ഇനി വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ബഹുമാനനായ എം അക്ബർ സാഹിബിനെ ക്ഷണിക്കുകയാണ്. സമാധാനത്തിൻ്റെ ദൂതൻ ചരിത്രത്തിൻ്റെ ദശാസന്ധികളിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതനാണ്. അമുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ രൂപീകരിച്ച നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടറും ഇന്ത്യയിലും വിദേശത്തുമായി 13 പരം ശാഖകളുള്ള പീസ് ഇൻ്റർനാഷണൽ സ്കൂളുകളുടെ അമരക്കാരനുമാണ് ജനാബ് എം അക്ബർ സാഹിബ്. നിരവധി പുസ്തകങ്ങളും 1000-ൽ പരം പ്രഭാഷണങ്ങളും സ്നേഹസംവാദങ്ങളും നടത്തി നമ്മുടെ ഇടയിൽ ശ്രദ്ധേയനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദുബായ് ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റി നടത്തുന്ന ഈ 17ാമത് സെഷനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമഗ്രമായി പരിചയപ്പെടുത്തുക എന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന ഒരു തലക്കെട്ടാണ് ഇത്തവണത്തെ സെഷനുകളുടെ എല്ലാം പൊതുവായ തലക്കെട്ടായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന് കീഴിലാണ് സമാധാനത്തിൻ്റെ ദൂതൻ ചരിത്രത്തിൻ്റെ ദശാസന്ധികളിലൂടെ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലോകത്ത് സമാധാനത്തിൻ്റെ ദർശനത്തെക്കുറിച്ചോ അഹിംസാ സിദ്ധാന്തത്തെക്കുറിച്ചോ ശാന്തിയുടെ മതത്തെക്കുറിച്ചോ എല്ലാം പറയുമ്പോൾ പലപ്പോഴും ഒന്നാമതായി ഉയർന്നു കേൾക്കുന്ന പേര് ബുദ്ധമതത്തിൻ്റേതാണ്. എല്ലാ തരത്തിലുമുള്ള ഹിംസകൾക്കെതിരെയും നിയമങ്ങളുണ്ടാക്കുകയും അഹിംസ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടി നൂറ്റാണ്ടുകളായി നിലനിൽക്കുകയും ചെയ്യുന്നൊരു ദർശനം എന്നുള്ള അർത്ഥത്തിലാണ് ബൗദ്ധദർശനത്തെ പരിചയപ്പെടുത്തപ്പെടാറുള്ളത്. ഏറ്റവും പുരാതനമായ ബുദ്ധമത വിഭാഗമായ തെരവാക ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളടങ്ങുന്ന അഷ്ടധർമ്മ പെടകത്തിൽ ബുദ്ധഭിക്ഷുക്കളോടുള്ള 40ാമത്തെ ഉപദേശമായി പോലും പറയുന്നത് ആരെങ്കിലും യുദ്ധത്തിനൊരുങ്ങുകയാണെങ്കിൽ അവരെ സന്ദർശിക്കാൻ പോലും ഒരു ബുദ്ധ ഭിക്ഷുവിന് പാടില്ല എന്നാണ്. അഹിംസയ്ക്ക് വേണ്ടി അടിസ്ഥാനപരമായ അഷ്ടാംഗ മാർഗങ്ങളെക്കുറിച്ച് പറയുകയും സമ്യക് വിചാരവും സമ്യക് കർമ്മവും സമ്യക് സമാധിയും തുടങ്ങിയ ഈ അഷ്ടാംഗ മാർഗങ്ങളിലൂടെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള അഹിംസ
ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ബൗദ്ധദർശനം പക്ഷേ പ്രായോഗികമായി മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അപഗ്രഥിക്കുമ്പോൾ പരാജയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ബുദ്ധന്മാർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. യുദ്ധം ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിലല്ല എല്ലാവിധ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ട് കലാപത്തിൻ്റെയും അക്രമത്തിൻ്റെയും മാർഗങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടിയും വന്നിട്ടുണ്ട്. ക്രിസ്താബ്ദം 618 ചൈനയുടെ ഭരണ സംവിധാനമായി നിലനിന്നിരുന്ന സ്യൂജി വംശത്തിൻ്റെ ഔദ്യോഗിക മതം ബുദ്ധമതമായിരുന്നു. ചൈനയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സൂചി വംശം അവരുടെ വംശം നിലനിർത്തുന്നതിന് വേണ്ടി, ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ ചരിത്രത്തിലെ വളരെയധികം രക്തരൂക്ഷിതം മാത്രമല്ല, ഭീകരവും ബീഭത്സവുമായ നരനായാട്ടുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം 2007 ബർമ്മയിൽ നടന്ന കുങ്കുമ വിപ്ലവം, സഫ്രോൺ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെട്ട ബുദ്ധ ഭിക്ഷുക്കളുടെ നേതൃത്വത്തിൽ നടന്ന കലാപം, നൂറുകണക്കിന് ആളുകളെ ചുട്ടുകൊന്നുകൊണ്ടാണ് ആ കലാപത്തിൽ അഹിംസാ സിദ്ധാന്തം പ്രയോഗവൽക്കരിക്കപ്പെട്ടത്. അതേപോലെ തന്നെ ശ്രീലങ്കയിലെ തമിഴ് ഭീകരവാദികളുടെ, തീവ്രവാദികളെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2004 രൂപീകരിക്കപ്പെട്ട ശ്രീലങ്കൻ ബുദ്ധഭിക്ഷുക്കളുടെ സംഘടന പൂർണ്ണമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് അവിടുത്തെ ശ്രീലങ്കൻ ഗവൺമെൻറ് 2009 മെയ് മാസത്തിൽ LTT എന്ന സംഘടനയ്ക്കെതിരെ എന്ന രൂപത്തിൽ നടത്തിയ ആ അതിക്രമങ്ങൾ ഒരു യുദ്ധത്തിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് തമിഴ് ജനതയെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുന്നതിലേക്കാണ് നയിച്ചത് എന്ന് ഇന്ന് ചരിത്രം വായിക്കുകയാണ്. വേലുപ്പിള്ള പ്രഭാകരൻ്റെ മകൻ 12കാരനായ ബാലചന്ദ്രന് ചോക്ലേറ്റ് നൽകി അത് രുചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അതിക്രൂരമായ സിംഹള പടയാളികൾ ആ കുഞ്ഞിന് നേരെ നിറയൊഴിച്ചത്. ഇവിടെയൊന്നും തന്നെ ഏതെങ്കിലും ഒരു നിയമം അവരെ തടയാനുണ്ടായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ സഖ്യകക്ഷികളോടൊപ്പം നിലനിന്നിരുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഹിറ്റ്ലറോടൊപ്പം നിലനിന്നിരുന്ന ആളുകളുമെല്ലാം യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ ഹിറ്റ്ലറോടൊപ്പം നിൽക്കുകയാണ് ബുദ്ധമതത്തിൻ്റെ പേരിൽ നിലനിന്നിരുന്ന ജപ്പാൻ ചെയ്തത്. ജപ്പാനിലെ ബുദ്ധഭിക്ഷുക്കൾ ജപ്പാൻ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുകയായിരുന്നു. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് ബുദ്ധമത വിശ്വാസികളായ ജപ്പാൻകാർ നടത്തിയ അതിക്രൂരമായ നരനായാട്ടുകളെക്കുറിച്ച് ഇന്ന് ചരിത്രത്തിനറിയാം. എന്തിനധികം നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ബംഗാൾ ഉൾക്കടലിലുള്ള അന്തമാൻ ദ്വീപ് സമൂഹങ്ങളിൽ ജീവിക്കുന്ന ആളുകളോട് 942-നും 45-നും ഇടയിലുള്ള കാലഘട്ടത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ ഭീതിയോടുകൂടി മാത്രമേ അതിനെക്കുറിച്ച് പറയൂ. പഴയ ആളുകൾ ജപ്പാൻകാരുടെ കാലമായിരുന്നു അത്.
പച്ച മനുഷ്യരെ കൊന്നു തിന്നുകയും അവരെ യാതൊരു മര്യാദയുമില്ലാതെ കൊന്നൊടുക്കുവാൻ ഒരു പ്രയാസവും അനുഭവപ്പെടാത്ത രൂപത്തിൽ ബ്രിട്ടീഷുകാരെക്കാളും ക്രൂരമായി അവിടെയുള്ള ആളുകളെ പ്രയാസപ്പെടുത്തിയ ബുദ്ധമത വിശ്വാസികളായിരുന്ന ജപ്പാൻകാർ. അതിനെക്കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സൗദാഗർ അലി എന്ന് പറയുന്ന മനുഷ്യൻ ജപ്പാൻകാരുടെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യൻ താനും ശവശരീരത്തെ തിന്നതിനെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ നമുക്ക് അങ്ങനെയും ഒരു സംസ്കാരമോ എന്ന് തോന്നിപ്പോകും. ഞാനിതിവിടെ സമാധാനത്തിൻ്റെ ദൂതൻ ചരിത്രത്തിൻ്റെ ദശാസന്ധികളിലൂടെ എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ ആമുഖമായി എടുത്തു പറഞ്ഞതിന് കാരണമുണ്ട്. യുദ്ധം ചരിത്രത്തിൻ്റെ അനിവാര്യതയാണ്. പലപ്പോഴും സ്വാഭാവികമായി ഉണ്ടായി വരുന്ന യുദ്ധങ്ങൾക്കെതിരെ നമുക്ക് സംസാരിക്കാം. അഹിംസാ സിദ്ധാന്തങ്ങൾ നമുക്ക് ഉറക്കെ പറയാം. പക്ഷേ അത്തരം സിദ്ധാന്തങ്ങൾ വെറുതെ പറയാൻ വേണ്ടി മാത്രമുള്ളതായിട്ടാണ് ചരിത്രത്തിൽ അവശേഷിച്ചിട്ടുള്ളത്. മറിച്ച് അത്തരം സിദ്ധാന്തങ്ങൾ പറഞ്ഞ ആളുകൾ പോലും യുദ്ധവുമായി നേർക്ക് നേരെ കണ്ടുമുട്ടേണ്ടി വരുമ്പോൾ അവർക്ക് യുദ്ധ നിയമങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ, എങ്ങനെ യുദ്ധത്തിൽ പെരുമാറണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ശത്രുവിനെതിരെ ഏത് കുടിലമായ മാർഗങ്ങളും സ്വീകരിക്കുക എന്നതായിത്തീർന്നിട്ടുണ്ട് എന്നതിനുള്ള ചരിത്രം ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ അഹിംസാ സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്ന ബുദ്ധന്മാരുടെ ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയും എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇക്കാര്യം പറഞ്ഞത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തോടുള്ള അതിൻ്റെ ചായ്വും ദർശനവും അതൊരു സിദ്ധാന്തമായി ഉരുത്തിരിഞ്ഞു വന്നതല്ല. മറിച്ച് ഇസ്ലാമിക ദർശനത്തിൻ്റെ ഈ അടിത്തറ തന്നെ സമാധാനത്തിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാം എന്ന ശബ്ദത്തിനർത്ഥം സമർപ്പണമെന്നാണ് എന്ന് നമുക്കറിയാം. സിൽമ് എന്ന ധാതുവിൽ നിന്നാണ് ഇസ്ലാം നിഷ്പന്നമായിട്ടുള്ളത്. സിൽമ് എന്നാൽ ശാന്തി എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ചത്തിലെ ശാന്തി എടുത്തു കാണിച്ചുകൊണ്ട്, ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ പ്രതിഭാസങ്ങളെല്ലാം നിലനിൽക്കുന്ന അതിസുന്ദരമായ സംവിധാനങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട്, ആ സംവിധാനങ്ങളുടെ എല്ലാം പിന്നിൽ ഇസ്ലാമാണ് എന്നും മനുഷ്യർ മുഴുവനും ആ ഇസ്ലാമിൻ്റെ വക്താക്കളാവുകയാണ് വേണ്ടത് എന്നും പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അഫഗൈറ ദീനില്ലാഹി യബ്ഊന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅം വകർഹം വഇലൈഹി യുർജഊൻ. അവർ ദൈവിക മതമല്ലാത്ത മറ്റു വല്ലതിനെയുമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആകാശഭൂമികളിലുള്ളതെല്ലാം നിർബന്ധിതമായോ സ്വമനസ്സാലയോ മുസ്ലിങ്ങളായിരിക്കുന്നു. അവയെല്ലാം അള്ളാഹുവിന് പടച്ചവന് കീഴൊതുങ്ങിയിരിക്കുന്നു. അവങ്കലേക്ക് തന്നെയാണ് അവയുടെ എല്ലാം അടക്കം. അതുകൊണ്ട് എല്ലാ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെയും അടിസ്ഥാനപരമായ നിലനിൽപ്പിന് കാരണം പടച്ച തമ്പുരാൻ്റെ നിയമങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്നെടുത്ത് പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ വൈയക്തികവും കുടുംബപരവും സാമൂഹികവും രാഷ്ട്രീയവും രാഷ്ട്രാന്തരീയവുമെല്ലാമായ സമാധാനങ്ങൾ ഉണ്ടാകണമെങ്കിൽ ദൈവികമായ നിയമനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. പടച്ച തമ്പുരാൻ്റെ നിയമങ്ങൾ അതെങ്ങനെ അനുധാവനം ചെയ്യണമെന്ന് അവസാന നാൾ വരെയുള്ള മനുഷ്യർക്ക് പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന മഹാനായ വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം കേവലം ഉപദേശങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് പിന്മാറിയ മനുഷ്യനായിരുന്നില്ല. കാടുകളിൽ പോയി തപസ്സിരുന്ന് ജീവിതത്തോട് വിട പറഞ്ഞുകൊണ്ട് ജീവിച്ച മനുഷ്യനായിരുന്നില്ല. മറിച്ച്
ലോകത്തിൻ്റെ മുന്നിൽ സമാധാനവും സമർപ്പണവും പഠിപ്പിച്ചതോടൊപ്പം തന്നെ എങ്ങനെയാണ് സമർപ്പണത്തിലൂടെ സമാധാനം നേടിയെടുക്കാൻ കഴിയുക എന്ന് വൈയക്തികമായ തലത്തിലും കുടുംബപരമായ തലത്തിലും സാമൂഹികമായ തലത്തിലും രാഷ്ട്രാന്തരീയവുമായ തലത്തിലുമെല്ലാം കൃത്യമായി പ്രായോഗികമായി കാണിച്ചു തന്നു എന്നുള്ളതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷത. അവിടെ സമാധാനത്തെക്കുറിച്ചുള്ള ഗിരിപ്രഭാഷണങ്ങളില്ല, മറിച്ച് സമാധാനത്തെ കൃത്യമായി പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുന്നിലുള്ള മാതൃകയാണുള്ളത്. വ്യക്തിയോടെടുത്തുകൊണ്ട് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖുർആനിലെ 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിലെ 28-ാമത്തെ വചനത്തിലൂടെ തീർച്ചയായും അള്ളാഹുവിനെക്കുറിച്ചുള്ള സർവശക്തനായ തമ്പുരാനെക്കുറിച്ചുള്ള ബോധം വഴിയാണ് മനസ്സുകൾക്ക് സമാധാനമുണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് മനസ്സമാധാനമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുക എന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ്റെ 23 വർഷക്കാലഘട്ടത്തിലെ ജീവിതത്തിനിടക്ക് അദ്ദേഹം സൃഷ്ടിച്ച തൻ്റെ സഹാബി സഞ്ചയം സർവശക്തനായ തമ്പുരാനിലുള്ള വിശ്വാസം, രൂഢമൂലമായ വിശ്വാസം, അവനെക്കുറിച്ചുള്ള ബോധം മനസ്സുകൾക്കകത്തേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് സമാധാനം കൈവരിക്കുക എന്ന്, വൈയക്തികമായ തലത്തിലുള്ള സമാധാനം കൈവരിക്കുക എന്നതിന് ലോകത്തിന് മുന്നിൽ മാതൃകയായി നിലകൊള്ളുകയാണ്. കുടുംബത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ പരസ്പരം സ്നേഹവും കാരുണ്യവും കളിയാടേണ്ടതുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 28-ാമത്തെ വചനത്തിൽ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനു വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് എന്നെടുത്ത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കിടയിൽ കാരുണ്യവും സ്നേഹവും അവൻ കൃത്യമായി ഇട്ടു തന്നിരിക്കുന്നു എന്ന് വ്യക്തമായി സൂചിപ്പിച്ച പരിശുദ്ധ ഖുർആൻ അതിനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് സ്നേഹവും കാരുണ്യവും വഴി കുടുംബത്തിനകത്ത് സമാധാനവും സന്തോഷവും കളിയാടുക എന്ന് തൻ്റെ ഇണകളോടുള്ള പെരുമാറ്റം വഴി, തൻ്റെ മക്കളോടും പേരക്കുട്ടികളോടുമുള്ള കൊള്ളക്കൊടുക്കലുകൾ വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാമൂഹികമായ സമാധാനത്തിൻ്റെ അടിത്തറയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ സാമൂഹ്യ ബന്ധങ്ങളുടെ സമാധാനത്തിൻ്റെ അടിത്തറ മനുഷ്യർ തമ്മിൽ നിലനിൽക്കേണ്ട നീതിപൂർവകമായ സഹവർത്തിത്വമാണ് എന്ന അടിസ്ഥാന തത്വം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നുകൊണ്ടാണ് സാമൂഹ്യ നീതിയെക്കുറിച്ചും സാമൂഹ്യ ശാന്തിയെക്കുറിച്ചും നമ്മളെ പഠിപ്പിച്ചത്. മനുഷ്യർ തമ്മിൽ നീതിയോടുകൂടിയുള്ള വർത്തനമുണ്ടാകുമ്പോൾ മാത്രമേ തീർച്ചയായും സമൂഹത്തിൽ സമാധാനം നിലനിൽക്കുകയുള്ളൂ എന്ന അടിസ്ഥാനപരമായ പാഠം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ബിൽ ഖിസ്ത് ശുഹദാഅൻ ലില്ലാഹ്. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി സാക്ഷി നിൽക്കുന്നവർ എന്നുള്ള നിലക്ക് നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരാകണമെന്ന് പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇലെ 135-ാമത്തെ വചനത്തിൽ പറഞ്ഞപ്പോൾ ആ നീതി നിങ്ങൾക്കെതിരാണെങ്കിലും, നിങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്കെതിരാണെങ്കിലും, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കെതിരാണെങ്കിലും, നിങ്ങളുടെ സ്വന്തക്കാർക്കെതിരാണെങ്കിലും നിങ്ങൾ നീതിക്ക് വേണ്ടി തന്നെ നിലനിൽക്കണമെന്ന് പഠിപ്പിച്ചപ്പോൾ ആ നീതി എങ്ങനെയാണ് നിലനിർത്തുക എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് നീതിനിഷ്ഠമായൊരു സാമൂഹ്യ സംവിധാനം വഴി
സമൂഹത്തിൽ എങ്ങനെ സമാധാനം നിലനിർത്തണമെന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ചരിത്രത്തിൻ്റെ പൂർണ്ണമായ വെളിച്ചത്തിലും തെളിച്ചത്തിലും ആ നീതിനിഷ്ഠമായ സമ്പ്രദായത്തെ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിന് നീതിയെക്കുറിച്ച് പഠിപ്പിക്കുവാനാണ് തനിക്ക് ശേഷം കടന്നു വരാനുള്ള പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 7 മുതൽ 14 വരെയുള്ള വചനങ്ങളിലൂടെ പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ പ്രവചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുഴുവനും നീതി എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവി എന്ത് എന്നുള്ള ചർച്ചയിൽ എടുത്തു പറഞ്ഞത്, ഇന്ത്യയിൽ ഉമറിൻ്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഉമറിൻ്റെ ഭരണം ലോകത്തിന് മാതൃകയാകുന്നത്, നീതിയുടെ കാര്യത്തിൽ ലോകത്തിന് മുഴുവനും സ്വീകരിക്കാൻ സാധിക്കുന്ന സന്ദേശമാകുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിക്കൊണ്ടുവന്ന നീതിയുടെ നിയമങ്ങൾ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ലോകത്തിന് അദ്ദേഹം കാണിച്ചു കൊടുത്തത് കൊണ്ടാണ്. ഇവിടെയാണ് നീതി നിലനിൽക്കണമെങ്കിൽ കൃത്യമായി നിഷ്കൃഷ്ടമായ നിയമങ്ങൾ അനിവാര്യമാണ് എന്നുള്ള വസ്തുത നമുക്ക് ബോധ്യപ്പെടുക. നീതി എന്നത് കേവലം പ്രഭാഷണത്തിലൂടെ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. നീതി എന്നത് കേവലം ഉപദേശത്തിലൂടെ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. സമൂഹത്തിൽ സ്വാഭാവികമായും നിയമങ്ങൾ അനുധാവനം ചെയ്യാത്ത, നിയമങ്ങളെ ലംഘിക്കുന്ന ആളുകളുണ്ടാകും. ആ നിയമലംഘകന്മാരെ കൃത്യമായ വരുതിയിൽ നിർത്താതെ ഒരിക്കലും നീതിയിൽ അധിഷ്ഠിതമായൊരു സാമൂഹ്യ സംവിധാനം സാധ്യമാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിയുന്ന ആളുകളുണ്ട്. ചരിത്രത്തിൻ്റെ പൂർണ്ണമായ വെളിച്ചത്തിൽ ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത്, യുദ്ധക്കുറ്റവാളികളെ വധിച്ചത്, യുദ്ധത്തിൽ വഞ്ചന കാണിച്ച ആളുകൾക്കെതിരെ ശക്തമായ നികൃഷ്ടമായ നടപടികളെടുത്തത്, അതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി അസമാധാനത്തിൻ്റെയും അക്രമത്തിൻ്റെയും ക്രൂരതയുടെയും എല്ലാം വക്താവായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളറിയേണ്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൻ്റെ പൂർണ്ണമായ വെളിച്ചത്തിൽ നീതി നിർവഹണം എങ്ങനെ സാധിക്കണമെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അനീതിയുടെ വക്താക്കളെ, സമൂഹത്തിലെ പുഴുക്കുത്തുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ലോകത്തിൻ്റെ മുന്നിൽ പറഞ്ഞുകൊടുത്തതാണ് പ്രത്യേകമായി സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് വിചാരണയ്ക്ക് വിധേയമാക്കുന്നത് എന്നുള്ള വസ്തുതയാണ്. ഇവിടെ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആധുനിക കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളുടെ, നാടകങ്ങളുടെ മുഴുവനും ആ അടിത്തറ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്രവാചക വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, കാർട്ടൂണുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി നിന്ദിക്കപ്പെടുന്നു. കഥകളിലൂടെ, നോവലുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി അപഹംസിക്കപ്പെടുന്നു. വളരെ വൃത്തികെട്ട പ്രമേയങ്ങളുമായി സിനിമകൾ പുറത്തിറങ്ങുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കാൻ വേണ്ടി മാത്രം. വ്യത്യസ്തങ്ങളായ രീതികളിൽ മീഡിയകളിലൂടെ പ്രവാചക നിന്ദക്ക് വേണ്ടി മാത്രമായുള്ള കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലുള്ള മസ്തിഷ്കമായി പ്രവർത്തിക്കുന്നത് പലപ്പോഴും സങ്കടകരമെന്ന് പറയട്ടെ, ലോകത്തെങ്ങുമുള്ള ക്രൈസ്തവ മതമൗലികവാദി സംഘടനകളാണ്, മിഷനറി സംഘങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കൊണ്ട് ഭീകരവാദത്തിൻ്റെ അടിത്തറ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഉപദേശങ്ങളിലുമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിക്കൂട്ടിൽ നിർത്തി കല്ലെറിയുന്നവർ, അവിടെ മാതൃകാ പുരുഷനായി ക്രിസ്തു യേശുവിനെ അവതരിപ്പിച്ചുകൊണ്ട് പറയാറുള്ളത് സമാധാനത്തിൻ്റെ വക്താവാണ് അദ്ദേഹം എന്നാണ്. നമുക്കാർക്കും സംശയമുള്ള കാര്യമല്ല അത്. ബൈബിൾ പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിലെ 38 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങൾ ലോക ക്രൈസ്തവതയുടെ സമാധാന സന്ദേശമായി എടുത്തു പറയാറുണ്ട്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന പ്രമാണം നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നവനെ നിങ്ങൾ ദ്വേഷിക്കരുത്. നിങ്ങളുടെ ഒരു മുഖത്തടിച്ചാൽ നിങ്ങൾ മറ്റേ മുഖവും കാണിച്ചു കൊടുക്കണം. നിങ്ങളെ പിടിച്ചു വെച്ച് നിങ്ങളുടെ കുപ്പായം കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇയാൾക്ക് നിങ്ങളുടെ മേലങ്കി അടിച്ചു കൊടുക്കണം. നിങ്ങളെ പിടിച്ചു വലിച്ച് ഒരു നാഴിക കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഇയാളോടൊപ്പം നിങ്ങൾ 2 നാഴിക നടക്കണം. നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം. ഇത് ക്രിസ്തുവിൻ്റെ ഉപദേശമായി മത്തായിയുടെ സുവിശേഷം എടുത്ത് പറയുന്നു. ഇതാണ് ഈ രംഗത്തെ ക്രൈസ്തവ വിശ്വാസമെന്നും ഇതാണ് ഈ രംഗത്തെ ക്രൈസ്തവ നിലപാടി എന്നും പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിക്കൂട്ടിൽ കയറ്റാറുള്ളത്. അവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അറിയേണ്ടത് ഈ സിദ്ധാന്തം എത്രത്തോളം പ്രയോഗവൽക്കരിക്കാൻ ഇപ്പറയുന്ന ആളുകൾക്ക് തന്നെ സാധിച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. ചരിത്രത്തിൻ്റെ ദശാസന്ധികളിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അദ്ദേഹം പഠിപ്പിച്ച ദർശനവും സമൂഹത്തെ പരിവർത്തിപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയെന്നും സമാധാനത്തിൽ വർത്തിക്കേണ്ടത് എങ്ങനെയെന്നും കൃത്യമായി പഠിപ്പിക്കുക വഴി ലോകത്തിന് വെളിച്ചം നൽകിയപ്പോൾ യുദ്ധരംഗത്തെ നിയമങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ കാലങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നിട്ടും ആ നിയമങ്ങൾക്ക് പോലും ക്രൈസ്തവ ക്രൂരതകളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ചരിത്രമാണ്. ആദ്യകാലത്തെ ഈ ബൈബിൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭാപിതാക്കന്മാരായ ജസ്റ്റിനും ക്ലെമൻറ്റും തെർത്തുല്യനുമെല്ലാം പറഞ്ഞത് ഒരിക്കലും യുദ്ധം പാടില്ല എന്നതാണ്. മാത്രമല്ല, ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ഒരാൾ ക്രിസ്ത്യാനിയായി മാമോദീസ മുങ്ങണമെങ്കിൽ അയാൾ പട്ടാളക്കാരനാണെങ്കിൽ ആ പട്ടാള ജോലി ഉപേക്ഷിക്കണമെന്ന നിയമമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ക്രിസ്താബ്ദം 320കളോടുകൂടി റോമിൻ്റെ ഔദ്യോഗിക മതം ക്രിസ്തുമതമായി തീരുകയും റോമാ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടയാളികളായി ക്രൈസ്തവർ കൂട്ടം കൂട്ടമായി കടന്നു വരികയും ചെയ്തപ്പോൾ അവിടെ നിയമങ്ങളെല്ലാം അവസാനിക്കുകയായിരുന്നു. യുദ്ധത്തിനെതിരെയുള്ള നിയമങ്ങളെല്ലാം അവസാനിക്കുകയായിരുന്നു. റോമിനെ പൂർണ്ണമായി പിടിച്ചടക്കുവാൻ വേണ്ടി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്താബ്ദം 324 നടത്തിയ അതിശക്തമായ യുദ്ധത്തിൽ 34,000 മനുഷ്യരെ കൊന്നൊടുക്കിയപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും പട്ടാളക്കാരില്ലാത്ത സാധാരണക്കാരായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അവിടെ ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖവും കാണിച്ചു കൊടുക്കണമെന്ന നിയമം പോയിട്ട് നിരപരാധികളായ ആളുകളുടെ മേലെ അതിക്രമങ്ങൾ നടത്താൻ പാടില്ല എന്ന സാമാന്യമായ യുദ്ധനിയമം പോലും വിസ്മരിക്കപ്പെടുകയായിരുന്നു. ഇവിടെയാണ് യുദ്ധം വേണമെങ്കിൽ യുദ്ധമുണ്ടാകുമ്പോൾ നിലനിൽക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ അടിസ്ഥാന മതമായി, ഔദ്യോഗിക മതമായി ക്രിസ്തുമതം മാറിയതോടുകൂടിയാണ് ക്രിസ്താബ്ദം 430 സെന്റ് അഗസ്റ്റിൻ ജസ്റ്റ് വാർ തിയറി എന്നുള്ള സിദ്ധാന്തം കൊണ്ടുവരുന്നത്. നീതി യുദ്ധ സിദ്ധാന്തം എന്നർത്ഥം. നീതിയുദ്ധ സിദ്ധാന്തപ്രകാരം നീതിക്കു വേണ്ടിയുള്ള യുദ്ധങ്ങൾ ന്യായീകരിക്കപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അതിനു മുമ്പും ശേഷവുമായി പൗരോഹിത്യ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും കൂടിച്ചേർന്നുകൊണ്ട്
ലോകത്തിൽ നടത്തിയ നരനായാട്ടുകൾ ഭീകരമായ ചരിത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെയൊന്നും നിയമങ്ങൾ ഉണ്ടായിരുന്നില്ലേ അവർക്ക്? അതുകൊണ്ടാണ് അത് നമ്മൾ എടുത്തു പറയുന്നത്. നിയമങ്ങൾ കൃത്യമായി പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ എന്തും ചെയ്യാമെന്ന അവസ്ഥാവിശേഷമാണ് നിലനിന്നത്. 2 നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന കുരിശ് യുദ്ധങ്ങൾ ക്രൈസ്തവ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളായി സ്ഥിതി ചെയ്യുകയാണ്. അതുകൊണ്ടാണല്ലോ 2000 ആണ്ട് മാർച്ച് മാസം 12-ാം തീയതി അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ ലോകത്തിൻ്റെ മുന്നിൽ മേയാ കുൾപ്പ നടത്തി. ക്രൈസ്തവ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ മുന്നിൽ തെറ്റുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് സ്വയം കുമ്പസരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ലോകമേ മാപ്പ് എന്നാണ്. കഴിഞ്ഞ 2 സഹസ്രാബ്ദങ്ങളായി ക്രൈസ്തവ സഭ ലോകത്തിൻ്റെ മേലെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ അതിക്രമങ്ങൾക്ക് മാപ്പ് എന്നാണ്. 2 നൂറ്റാണ്ട് നീണ്ടുനിന്ന കുരിശു യുദ്ധങ്ങളിലൂടെ നടത്തിയ അതിക്രൂരമായ അതിക്രമങ്ങൾക്ക് മാപ്പ് എന്നാണ്. എന്തുകൊണ്ടത് പറയേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ ആർക്കും നിഷേധിക്കാനാകാത്ത വിധം രേഖപ്പെട്ട് കിടക്കുകയാണ് ഈ ക്രൂരതകൾ. 1995 ക്രിസ്താബ്ദം 1995 ക്ലർമോണ്ട് സുനഹദോസിൽ വെച്ച് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന അർബൻ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തോടെയാണ് കുരിശ് യുദ്ധത്തിന് തിരശ്ശീല ഉയരുന്നത്. ലോകത്ത് നമ്മുടെ വിശുദ്ധ പ്രദേശങ്ങൾ കൈയടക്കി വെച്ചിട്ടുള്ള അതിപ്രാകൃതരും കൊള്ളരുതാത്തവരുമായ മുസ്ലിങ്ങൾ, പിശാചിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ, അവരിൽ നിന്ന് പലസ്തീനിലുള്ള നമ്മുടെ വിശുദ്ധ ദേശങ്ങൾ കൈവശപ്പെടുത്തുവാൻ നമ്മൾ ശക്തമായി മുന്നേറേണ്ടതുണ്ട് എന്നുള്ള മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് 1996 ആഗസ്റ്റ് മാസം 15-ാം തീയതി പീറ്റർ ദ ഹെർമിറ്റ് എന്ന് പറയുന്ന സന്യാസിയായ പത്രോസിൻ്റെ നേതൃത്വത്തിൽ നടന്ന 35,000 പേരടങ്ങുന്ന ഇറ്റലിയിലും ജർമ്മനിയിലും ഫ്രാൻസിലുമുള്ള ആളുകളുടെ പട അത് പലസ്തീനിലേക്ക് നടന്നെടുത്തപ്പോൾ വഴിയിൽ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഫലസ്തീനിലെത്തിയപ്പോൾ അവിടെ ബൈത്തുൽ മുഖദ്ദസ്, അവിടെ പലസ്തീൻ നാട് മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു. അത് പിടിച്ചടക്കാൻ വേണ്ടി മുസ്ലിങ്ങളെയും അവിടെയുള്ള ജൂതന്മാരെയും കൂട്ടക്കൊല ചെയ്തതിൻ്റെ ചരിത്രം എടുത്തു പറയുമ്പോൾ കുരിശുയോദ്ധാക്കളുടെ ചരിത്രകാരന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം ജെറൂസലേം പള്ളിയിൽ എത്ര ചോരയുണ്ടായിരുന്നു എന്ന വിഷയം മാത്രമാണ്. ചില ചരിത്രകാരന്മാർ, കുരിശുയോദ്ധാക്കളായ ചരിത്രകാരന്മാർ, ആ കുരിശുയോദ്ധാക്കളെക്കുറിച്ച് അവരെക്കുറിച്ച് മഹത്വവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർ നെരിയാണി മുങ്ങുന്ന രൂപത്തിലുള്ള ചോരയിലൂടെ നടന്നുകൊണ്ടാണ് ശത്രുക്കളുടെ കഥ കഴിച്ചത് എന്ന് പറയുമ്പോൾ മറ്റു ചില ചരിത്രകാരന്മാർ മുട്ടുവരെ ചോരയുണ്ടായിരുന്നു എന്നെടുത്ത് പറയുന്നു. എന്തിനധികം അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തങ്ങളുടെ സിനഗോഗിൽ കയറി വാതിലടച്ചപ്പോൾ ജൂതന്മാരെ കൂട്ടമായി ആ സിനഗോഗ് കത്തിച്ചു കളഞ്ഞ് അവർ വെന്തുരുകി മരിക്കുമ്പോൾ സിനഗോഗിന് ചുറ്റും കൈകൊട്ടിക്കൊണ്ട് യേശുവേ നീയാണ് ഞങ്ങളുടെ ദൈവം, നീയാണ് ഞങ്ങളുടെ സ്നേഹം, നീയാണ് ഞങ്ങളുടെ വഴി, നീയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് നൃത്തമാടുകയായിരുന്നു എന്ന് എഴുതുന്നത് കുരിശുയോദ്ധാക്കളുടെ ചരിത്രകാരന്മാരാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖവും കാണിച്ചു കൊടുക്കണമെന്ന നിയമമുണ്ടായിട്ട് യുദ്ധം നിഷിദ്ധമായി കരുതപ്പെട്ടിരുന്ന ഒരു സമൂഹം യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ ആ യുദ്ധത്തിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ക്രൂരതകളുടെ പര്യായമായി തീർന്ന കുരിശു യുദ്ധത്തിൽ യൂറോപ്പ് മധ്യപൗരസ്ത്യ ദേശത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിച്ച കുരിശു യുദ്ധത്തിൽ എല്ലാ അർത്ഥത്തിലും മൃഗീയമായ നരനായാട്ട് നടന്നുകൊണ്ട് മുന്നോട്ട് പോയ കുരിശു യുദ്ധത്തിൽ
പക്ഷേ നമ്മൾ കുരിശ് യോദ്ധാക്കളുടെ ചരിത്രകാരന്മാർക്കിടയിൽ നിന്ന് തന്നെ മാറി നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു സ്വരമുണ്ട്. അത് സലാഹുദ്ദീൻ അയ്യൂബിയെക്കുറിച്ചുള്ള സംസാരങ്ങളാണ്. സലാഹുദ്ദീൻ അയ്യൂബിയെക്കുറിച്ചുള്ള സംസാരങ്ങൾ 1099 ജൂലൈ മാസം 15-ാം തീയതി കുരിശ് യോദ്ധാക്കൾക്ക് കീഴ്പ്പെട്ട ജെറൂസലേം, അവിടെ അതിനു മുമ്പുണ്ടായിരുന്ന ജനസംഖ്യ 70,000 ആയിരുന്നുവെങ്കിൽ അന്നത്തെ കുരിശുദ്ധം കഴിഞ്ഞപ്പോൾ ജനസംഖ്യ 30,000 തീർന്നു എന്നാണ്. ജനസംഖ്യയുടെ 2/3 ഭാഗവും കുരിശ് യോദ്ധാക്കളാൽ ക്രൂരമായി കശാപ്പ് ചെയ്യപ്പെട്ടു. ജൂതന്മാരായിരുന്നു അവിടെ നല്ലൊരു ശതമാനം, മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അവശേഷിച്ച ജൂതന്മാരിൽ ഒരുപാട് ആളുകൾ നാട് വിട്ടുപോയി. നീണ്ട 2 നൂറ്റാണ്ട് കാലം ജെറൂസലേം നഗരം ഇവരുടെ കൈകളിലായിരുന്നു. അതിനുശേഷം 1187 ജൂലൈ മാസം 15-ാം തീയതി ഹിത്തീൻ യുദ്ധത്തിലൂടെ സലാഹുദ്ദീൻ അയ്യൂബി ഈ ജെറൂസലേം നഗരം വീണ്ടും തിരിച്ചു പിടിച്ച സന്ദർഭത്തിൽ അവിടുത്തെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ക്രൈസ്തവ ഭരണാധികാരിയായ ഗേരാജാവിനെയും പരിവാരങ്ങളെയും ബന്ദികളായി പിടിക്കപ്പെട്ടു. സലാഹുദ്ദീൻ്റെ കൊട്ടാരത്തിലേക്ക് നിയമപീഠത്തിൻ്റെ മുന്നിലേക്ക് ഈ ബന്ദികൾ ഹാജരാക്കപ്പെട്ടു. പൈതം മക്കളെ വരെ, ചെറിയ കുട്ടികളെ വരെ കൊന്നൊടുക്കിക്കൊണ്ട്, സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ട്, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതകൾ സംഭാവന ചെയ്തുകൊണ്ട് നടത്തിയ കുരിശ് യുദ്ധത്തിൻ്റെ പിന്മുറക്കാർ അവരാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഗേരാജാവും കൂട്ടരും. സലാഹുദ്ദീൻ അയ്യൂബി അവരോട് പ്രതികാരമല്ല ചെയ്തത്. അവരോട് യുദ്ധക്കുറ്റവാളികൾ, വഞ്ചകരായ യുദ്ധക്കുറ്റവാളികൾ കൊടിച്ച് ബാക്കി എല്ലാവർക്കും അദ്ദേഹം അവരെ കൊല്ലാതെ വെറുതെ വിട്ടയക്കുകയാണ് ചെയ്തത്. അവർക്ക് അഭയം നൽകുകയാണ് ചെയ്തത്. കുറ്റം ചെയ്തതിനനുസരിച്ച് ശിക്ഷ വിധിക്കുകയും ആ ശിക്ഷകൾ കഴിഞ്ഞതിന് ശേഷം അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുക മാത്രമല്ല, ആ ശിക്ഷാവിധികൾ നടപ്പാക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിനുവേണ്ടി കടന്നു വന്നപ്പോൾ ആ വിചാരണയുടെ സന്ദർഭങ്ങളിൽ അവർക്ക് ശീതള പാനീയങ്ങൾ നൽകിക്കൊണ്ട് സ്വീകരിച്ചതിനെക്കുറിച്ച് യൂറോപ്പിൻ്റെ ചരിത്രകാരന്മാർ അത്ഭുതത്തോടെ അനുസ്മരിക്കുന്നുണ്ട്. ജെറൂസലേം നഗരം തിരിച്ചു പിടിക്കപ്പെട്ടത് കേട്ടപ്പോൾ അർബൻ 3-ാമൻ ചക്രവർത്തി ഹൃദയസ്തംഭനം മൂലം മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായി. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ബ്രിട്ടനിൻ്റെ രാജാവായിരുന്ന റിച്ചാർഡ് ദ ലയൺ ഹാർട്ടഡ് എന്നറിയപ്പെട്ടിരുന്നയാൾ, സിംഹഹൃദയമുള്ള റിച്ചാർഡ് എന്നറിയപ്പെട്ടിരുന്നയാളുടെ നേതൃത്വത്തിലാണ് യുദ്ധം. അദ്ദേഹമാണ് കടന്നു വരുന്നത്. അതിക്രൂരമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോയി. പക്ഷേ ആ യുദ്ധരംഗത്ത് സലാഹുദ്ദീൻ അയ്യൂബിയുമായി നേരിട്ടപ്പോൾ അദ്ദേഹം യുദ്ധരംഗത്തെ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. യൂറോപ്പിൻ്റെ ചരിത്രകാരന്മാർ അത്ഭുതത്തോടുകൂടി സൂചിപ്പിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്ന്. യുദ്ധസന്ദർഭത്തിൽ ശത്രു നേതൃത്വത്തിൽപ്പെട്ടയാൾക്ക് രോഗമുണ്ട് എന്നറിഞ്ഞപ്പോൾ റിച്ചാർഡ് 1-ാമൻ ചക്രവർത്തി രോഗിയാണ്, പനി പിടിച്ച് കിടക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ തൻ്റെ കൊട്ടാര വൈദ്യനെ, തൻ്റെ രാജവൈദ്യനെ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞയച്ചുകൊണ്ട് മാന്യത കാണിച്ച സലാഹുദ്ദീൻ അയ്യൂബി യുദ്ധത്തിൽ കുതിരക്ക് പരിക്കേറ്റു. ഇനി യുദ്ധത്തിൽ പോകുവാൻ അവർക്ക് വാഹനമില്ല എന്നറിഞ്ഞപ്പോൾ കുതിരയെ കൊടുത്തയച്ചുകൊണ്ട് അവരെ സഹായിക്കുകയും യുദ്ധരംഗത്തേക്ക് കടന്നു വരുവാൻ ആവശ്യപ്പെടുകയും ചെയ്ത സലാഹുദ്ദീൻ അയ്യൂബി അവസാനം ക്രൂരനായി, കാടനായി, ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖവും കാണിച്ചു കൊടുക്കുക എന്ന സിദ്ധാന്തം തലയിലും
തോന്നിവാസം മുഴുവനും കാണിക്കുവാനുള്ള ആവേശം കൈകളിലുമായി കടന്നു വന്ന റിച്ചാർഡ് ഒന്നാമൻ, അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ നമ്മൾ അറിയണം ചരിത്രം. തിരിച്ചു പോകുമ്പോൾ തൻ്റെ സഹോദരിയായ ജോൺ രാജ്ഞിയെ സലാഹുദ്ദീൻ്റെ സഹോദരന് വേണമെങ്കിൽ വിവാഹം ചെയ്തു കൊടുക്കാൻ സന്നദ്ധമാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് തിരിച്ചു പോയത്. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. സലാഹുദ്ദീൻ്റെ സഹോദരൻ ആദിൽ എനിക്കൊരു ക്രൈസ്തവ സ്ത്രീയെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചത് കൊണ്ടാണ് ആ വിവാഹം നടക്കാതെ പോയത് എന്ന് ചരിത്രം. എങ്ങനെയാണ് കാടനായി കടന്നു വന്നയാളെ മനുഷ്യനായി തിരിച്ചയക്കുവാൻ സലാഹുദ്ദീന് കഴിഞ്ഞത് എന്ന ചോദ്യത്തിന് ചരിത്രത്തിൻ്റെ ദശാസന്ധികളിൽ സ്നേഹത്തെയും സമാധാനത്തെയും എങ്ങനെ പ്രയോഗവൽക്കരിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളുടെ കൃത്യമായ ഛായയുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നീതിക്ക് വേണ്ടി നിലനിന്നുകൊണ്ട് സമാധാനം കൈവരിക്കേണ്ടതുണ്ട് എന്നുള്ള പ്രവാചക പാഠം പ്രസക്തമാകുന്നത്. നീതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം ഉപദേശങ്ങൾ കൊണ്ട് മാത്രം കൈവരുന്ന കാര്യമല്ല. സ്വാഭാവികമായും ഒരു ഭിഷഗ്വരന്, ഒരു ഡോക്ടർക്ക് രോഗമുണ്ടാക്കുന്ന രോഗാണുക്കൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും. അപ്പോഴാണ് രോഗിയുടെ അസുഖം സുഖപ്പെടുക. രോഗിയുടെ അസുഖം സുഖപ്പെടണമെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കാതെ ചിലപ്പോൾ നിർവാഹമുണ്ടാവുകയില്ല. അത് ഭിഷഗ്വരൻ്റെ ഉത്തരവാദിത്വമാണ്. നീതി നിർവഹണത്തിന് വേണ്ടി സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട സാമൂഹ്യ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. നീതിയെ തകർത്തുകൊണ്ട് നീതിയെ വകവെക്കാതെ നിലനിൽക്കുന്ന ആളുകളെ അവർക്കാവശ്യമായ കൃത്യമായ നിയമങ്ങൾ നടപ്പാക്കുക എന്നത്. അതല്ല എങ്കിൽ നീതിയുണ്ടാവുകയില്ല. നീതിയില്ലെങ്കിലോ സമാധാനമുണ്ടാവുകയില്ല, ശാന്തി ഉണ്ടാവുകയില്ല. നീതി എന്നത് കൃത്യമായി നടപ്പാക്കപ്പെടുമ്പോൾ അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്ന് ഇസ്ലാമിക സമൂഹത്തിൽ നിലനിൽക്കുന്ന ശാന്തിയും സമാധാനവും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതി നിർവഹണത്തിന് വേണ്ടി പരിശ്രമിച്ചപ്പോൾ അവിടെ പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചതുപോലെ സ്വന്തത്തിനെതിരാണ് നീതിയെങ്കിലും, സ്വന്തക്കാർക്കെതിരാണ് നീതിയെങ്കിലും, അതേപോലെ തന്നെ കുടുംബത്തിനെതിരാണ് നീതിയെങ്കിലും എല്ലാം നീതിക്കു വേണ്ടി നിലനിൽക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയായിരുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ പാഠങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നീതിക്കു വേണ്ടിയുള്ള ആവശ്യപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് നീതിക്ക് വേണ്ടി നിലനിന്ന സമാധാനത്തിൻ്റെ ദൂതനെ നമ്മൾ കാണുക. നീതി നടപ്പാക്കുക വഴി സാമൂഹ്യ സമാധാനം സാധ്യതമാക്കിയ ചരിത്രത്തിലെ വെള്ളി വെളിച്ചത്തെ നമ്മൾ അനുഭവിക്കുക. ബദർ യുദ്ധം നടക്കുകയാണ്. ബദർ യുദ്ധം നടക്കാൻ പോവുകയാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന മുസ്ലിങ്ങളുടെ അണിയെ ശരിപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങളുടെ അണി, 300-ലധികം പേരടങ്ങുന്ന മുസ്ലിങ്ങളുടെ അണി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, പടച്ച തമ്പുരാനെ, ഈ സംഘത്തെ എങ്ങാനും നീ എന്ന് നശിപ്പിച്ചാൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കുന്നൊരു വിഭാഗം ഈ ഭൂമിയിൽ അവശേഷിക്കില്ല നാഥ, നീ ഇവരെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ വാർത്ത് ദീർഘനേരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ച തമ്പുരാൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ പ്രാർത്ഥനയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പടയാളികളുടെ മുന്നിൽ വന്ന് അവരെ അണി ശരിപ്പെടുത്തുകയാണ്. അണി ശരിപ്പെടുത്തുന്ന സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലൊരു ഈദപ്പന മടലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അണി ശരിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ സവാദ് ബിൻ അസിയ എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുയായി, അദ്ദേഹം ഒന്ന് തെറിച്ചു നിന്നു. തെറിച്ചു നിന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും അണിശരിപ്പെടുത്തുന്നയാൾ എന്നുള്ള നിലക്ക് ഈ ഈന്തപ്പന മടൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വയറ്റിനൊരു കുത്ത് ഓട്ടി.
ഒരു ചെറിയ കുത്ത്. സവാദ് ബിൻ അസിയ പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ നീതിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്, നീതി പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. റസൂലുള്ളാഹ്, എന്നോട് താങ്കൾ അക്രമം കാണിച്ചിരിക്കുന്നു, എൻ്റെ വയറ്റത്ത് ഒരു കാരണവുമില്ലാതെ താങ്കൾ വടികൊണ്ട് കുത്തിയിരിക്കുന്നു, എനിക്ക് പ്രതികാരം ചെയ്യാൻ അവസരം വേണം, എനിക്ക് പ്രതികാരം ചെയ്യാൻ അവസരം വേണം. പീഡിപ്പിക്കപ്പെട്ടവന് പ്രതികാരം ചെയ്യുവാൻ അവസരമുണ്ട് എന്ന്, അവകാശമുണ്ട് എന്ന്, അതിൻ്റെ രാഷ്ട്ര സംവിധാനം വിധി നൽകേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിക ദർശനത്തെ പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന റസൂലുള്ളാഹ്. ഈ സന്ദർഭത്തിൽ സഹാബിമാരുടെ, ഉമറിനെ പോലെയുള്ള ആളുകളുടെ റളിയല്ലാഹു അൻഹു, അവരുടെ മുഖം ചുവന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ ഒരു അനുചരൻ്റെ സംസാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ തൻ്റെ കയ്യിലുള്ള വടി അയാളുടെ കൈകളിലേക്ക് കൊടുത്തു, സവാദ് ബിൻ അസിയയുടെ കൈകളിലേക്ക്. താങ്കൾ പ്രതികാരം ചെയ്യുക. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, റസൂലേ, എൻ്റെ ശരീരത്തിൽ വസ്ത്രമൊന്നുമില്ല, ഞാൻ കുപ്പായമിട്ടിട്ടില്ല, എൻ്റെ നഗ്നമായ മേനിയിലാണ് പ്രവാചകരെ താങ്കൾ വടി കൊണ്ട് കുത്തിയത്. എനിക്കും റസൂലേ, താങ്കളുടെ നഗ്നമായ താങ്കളുടെ ശരീരത്തിലെ താങ്കളുടെ വയറ്റത്ത് തന്നെ എനിക്ക് കുത്തേണ്ടതുണ്ട്, വയറ് നഗ്നമാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുപ്പായം അഴിച്ച് തൻ്റെ വയറ് നഗ്നമാക്കി കാണിച്ചു കൊടുത്തപ്പോൾ സവാദ് ബിൻ അസിയ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ആ യുദ്ധത്തിൽ ചിലപ്പോൾ ഞാൻ രക്തസാക്ഷ്യം വഹിച്ചേക്കാം. എൻ്റെ അവസാനത്തെ എൻ്റെ ശരീരത്തിൻ്റെ സ്പർശം അങ്ങയുടെ ശരീരത്തോടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. താങ്കൾ എനിക്ക് മാപ്പ് തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് നീതിയുടെ പ്രവാചകനെയാണ്. യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രയാസകരമായ സന്ദർഭത്തിൽ പോലും അവിടെ ഒരു തെറ്റ് എന്ന് എടുത്തു പറയാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഒരാളുടെ ശരീരത്തിൽ, തൻ്റെ അനുയായിയുടെ ശരീരത്തിൽ തൻ്റെ വടി കൊണ്ടൊന്ന് ചെറുതായി വേദന വെച്ചപ്പോൾ ആ വേദനക്ക് പ്രതികാരം ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരു രാഷ്ട്ര നേതാവിൻ്റെ അവകാശം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുക എന്നതിന് പകരം അദ്ദേഹം ആവശ്യപ്പെട്ട രൂപത്തിൽ പ്രതികാരം ചെയ്യാൻ നിന്നുകൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് തനിക്കെതിരെ നീതിയെങ്കിൽ അവിടെ നീതി നടപ്പാക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധികാരം കിട്ടിയപ്പോഴേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മട്ടുമാറി എന്ന് പറയുന്ന ആനന്ദിനെ പോലെയുള്ള എഴുത്തുകാരുണ്ട്. എന്തിനാണ് അധികാരം? അധികാരം എന്തിനാണ്? അധികാരം സുഖലോലുപതക്കുള്ള മാർഗമാകുമ്പോഴാണ് അധികാരം മനുഷ്യനെ കണ്ണു കാണാത്തയാളായി ആക്കി തീർക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നീണ്ട 10 വർഷക്കാലം മദീന രാജ്യത്തിൻ്റെ കിരീടമില്ലാത്ത ഭരണാധികാരിയായി, ചെങ്കോലില്ലാത്ത രാഷ്ട്രനായകനായി നിലകൊണ്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പുക ഉയരുന്നത്, അടുപ്പിൽ നിന്ന് പുക ഉയരുന്നത് 2 മാസത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു എന്ന് പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ. ഞങ്ങളുടെ വിശപ്പ് തീർത്തിരുന്നത് വെള്ളവും കാരക്കയും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു എന്ന് പ്രവാചക പത്നിമാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർന്ന് കടന്നു വന്നപ്പോൾ ശരീരത്തിൽ പരുപരുക്കൻ ഈന്തപ്പന ഓല കൊണ്ടുള്ള ശരീരത്തിലുള്ള ആ ഈന്തപ്പനയോലയിൽ കിടന്നുറങ്ങിയത് കൊണ്ട് ശരീരത്തിലുള്ള ആ അടയാളം കണ്ടപ്പോൾ അടയാളം കൊണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. ഞാൻ പറഞ്ഞു, പ്രവാചകരെ, കുഫറിൻ്റെ ആളുകൾ സീസറും കിസ്രയും കൈസറുമല്ല, അവരതാ ഈ ലോകത്ത് സുഖലോലുപതയിൽ. പ്രവാചകരെ, അങ്ങുന്ന് ഇസ്ലാമിൻ്റെ പ്രവാചകൻ, ഏറ്റവും ലോകത്തിന് മുഴുവനും മാതൃകയായ പ്രവാചകൻ, സൃഷ്ടിശ്രേഷ്ഠനായ പ്രവാചകൻ, എന്തേ ശരീരത്തിൽ
ഈ വടുക്കളുണ്ടാക്കുന്ന രൂപത്തിലുള്ള പായ തന്നെ വിരിച്ച് കിടന്നുറങ്ങേണ്ടതുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരിച്ചുള്ള ചോദ്യം, ഉമർ, അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറവും എന്ന കാര്യത്തിൽ താങ്കൾ സംതൃപ്തിയാകുന്നില്ലേ എന്ന്. ഇവിടെയാണ് നീതിക്ക് വേണ്ടി നിലനിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരം സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള മാർഗമായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. മറിച്ച് നീതി നിർവഹണത്തിന് വേണ്ടിയുള്ള പാതയായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, എൻ്റെ കരളിൻ്റെ കഷ്ടമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ എടുത്തു പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഇസ്ലാമിക രാഷ്ട്രത്തിലൊരു യുദ്ധമുണ്ടായപ്പോൾ, ആ യുദ്ധത്തിൽ കുറേ യുദ്ധത്തടവുകാരുണ്ടായപ്പോൾ, ആ യുദ്ധത്തടവുകാരിൽ ഒരാളെ തനിക്കൊരു ഭൃത്യനായി നിയമിച്ചു തരണമെന്ന ഏറ്റവും ഒരു വളരെ സരളമായ ഒരു ആവശ്യവുമായിട്ടാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ നേതൃത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക് അവരെത്തിയത്. പ്രവാചകരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വന്തം കരളിൻ്റെ കഷ്ടമായ ഫാത്തിമ ചോദിക്കുകയാണ്, പ്രവാചകരെ, ആട്ടുകല്ല് തിരിച്ച് എൻ്റെ കൈകളിൽ ഇതാ തഴമ്പ് വീണിരിക്കുന്നു, പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു എൻ്റെ കൈകൾ. ഇപ്പോൾ യുദ്ധത്തടവുകാരെ കിട്ടിയിട്ടുണ്ടല്ലോ, ഒരു ഭൃത്യനെ, ഒരു വേലക്കാരനെ റസൂലെ എനിക്ക് നിശ്ചയിച്ചു തന്നുകൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആവശ്യം തിരസ്കരിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ നായകൻ്റെ മകൾ ആ ഇസ്ലാമിക രാഷ്ട്രത്തിലെ മുഴുവൻ വീടുകളിലും പാവപ്പെട്ട ആളുകൾ അവർ ആട്ടുകല്ല് തിരിക്കുകയും അവരുടെ കൈകളിൽ തഴമ്പ് വീടുകയും ചെയ്യുന്നുവെങ്കിൽ, രാഷ്ട്രനായകൻ്റെ മകൾക്ക് മാത്രം പ്രത്യേകമായി രാജ്യത്തിൻ്റെ പൊതുസ്വത്തായ യുദ്ധത്തടവുകാരെ അനുവദിച്ചു കൊടുക്കുവാൻ നിർവാഹമില്ല എന്ന് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയോട് തിരിച്ചു പറഞ്ഞത്, ഫാത്തിമ, അതിനേക്കാൾ ഉത്തമമായൊരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ എന്നാണ്. 33 തവണ നീ സുബ്ഹാനല്ലാഹും 33 തവണ അൽഹംദുലില്ലാഹും 34 തവണ അല്ലാഹു അക്ബറും പറഞ്ഞോളൂ, അതാണ് അതിനേക്കാൾ ഉത്തമമായ കാര്യം എന്നാണ്. ഇവിടെ നീതിക്ക് വേണ്ടി നിലനിന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കുടുംബത്തെ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, സ്വന്തത്തിനെതിരാണെങ്കിലും കുടുംബത്തിനെതിരാണെങ്കിലും സമൂഹത്തിനെതിരാണെങ്കിലും, നമുക്കറിയാമല്ലോ, ഉന്നതയായ മഖ്സൂം ഗോത്രക്കാരി കളവ് നടത്തിയപ്പോൾ, അത് പിടിക്കപ്പെട്ടപ്പോൾ, മക്ക വിജയത്തിൻ്റെ സന്ദർഭത്തിലാണ് സംഗതി. മഖ്സൂം ഗോത്രക്കാരി, മഖ്സൂം എന്ന് പറഞ്ഞാൽ ഉയർന്ന ഗോത്രക്കാരിയാണ്, അവർ പിടിക്കപ്പെടുകയാണ് കളവ് നടത്തിയിട്ട്. അവരെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക രാഷ്ട്രത്തിന് കളവ് നടത്തി ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കൈ വെട്ടിക്കളയുക എന്നാണ് അർത്ഥം. കൈയില്ലാത്ത ഒരാൾ സ്വന്തം ഗോത്രത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മഖ്സൂം ഗോത്രത്തിന് സഹിച്ചില്ല. അവർ ചോദിച്ചു, പ്രവാചകരോടൊന്ന് ശുപാർശ പറയാൻ. ഒരു ശുപാർശ, അതിനേറ്റവും നല്ലതാരാണ്? ഉസാമയാകട്ടെ. ഉസാമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഇഷ്ടപ്പെടുന്ന ഉസാമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രകളിൽ പോലും ഉസാമ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിരുന്ന ഉസാമ. ഹജ്ജിൻ്റെ വേളയിൽ പോലും തവാഫ് നടക്കുമ്പോൾ, തവാഫ് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന റസൂൽ. അങ്ങനെയുള്ള ഉസാമയോട് അടുത്ത ആളുകൾ പറയുന്നു, ഒന്ന് ശുപാർശ ചെയ്യാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയോട് പോയി ശുപാർശ ചെയ്യുന്നു. പ്രവാചകരെ, ഇങ്ങനെയൊരു ആവശ്യമുണ്ട്. അവരെന്ത് പ്രായശ്ചിത്തം ചെയ്യാനും തയ്യാറാണ്, പക്ഷേ ഈ ശിക്ഷാവിധിയിൽ നിന്ന് ഒന്നൊഴിവാക്കി കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമയത്തും ഉസാമയോടൊപ്പം, ഉസാമയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിന്നിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി ചുവന്നു തുടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നോട് ശുപാർശ പറയുന്നത്? അള്ളാഹുവിൻ്റെ ദീൻ നടപ്പാക്കുന്നതിനെതിരെയാണോ ശുപാർശ പറയുന്നത്? ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുൻപുള്ള സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടത്. മുൻപുള്ള സമുദായങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടത്. അവിടെ നീതി എന്ന് പറയുന്നത് പാവപ്പെട്ടവനും നിയമം പാവപ്പെട്ടവനെതിരെ നിയമം നടപ്പാക്കുകയും പണക്കാരനോ ഉന്നതരോ
തെറ്റ് ചെയ്താൽ അവരെ വെറുതെ വിടുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് സമ്പ്രദായം നിലനിന്നതുകൊണ്ടാണ് മുൻപുള്ള സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടത്. അള്ളാഹുവാണ് എൻ്റെ സ്വന്തം മകൾ ഫാത്തിമയാണ് കളവ് നടത്തുന്നതെങ്കിലും അവരുടെ കൈ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേവല വർത്തമാനങ്ങളല്ല, മറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. അത് പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ ചരിത്രത്തിലുടനീളം ഇസ്ലാമിക സമൂഹം നീതി നിർവഹണത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിന് മാതൃകയായത് അതുകൊണ്ടാണ്. അങ്ങനെയാണ് ലോകത്ത് സമാധാനമുണ്ടായത്, ശാന്തിയുണ്ടായത്. ആ ശാന്തിയും സമാധാനവും നിലനിർത്തുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് നീതി നിർവഹണം സാധ്യമാകുക എന്ന് പഠിപ്പിക്കുകയായിരുന്നു. എന്തിനധികം സ്വന്തക്കാരന് അനുകൂലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രു സമൂഹത്തിനെതിരായി ഒരു അനീതിയുടെ വിധി പുറപ്പെടുവിക്കുവാൻ വേണ്ടി സന്നദ്ധമാകുന്ന സന്ദർഭത്തിൽ സർവശക്തൻ ഇടപെടുന്നത് ഇസ്ലാമിക ചരിത്രത്തിലല്ലാതെ വേറെ എവിടെയാണ് കാണാൻ കഴിയുക? ഒരാളുടെ പടയങ്കി മോഷ്ടിക്കപ്പെട്ടു മുസ്ലിം സമൂഹത്തിൽ മദീനയിൽ. മോഷ്ടിച്ചതൊരു ഒരു മുസ്ലിമായി അറിയപ്പെട്ടിരുന്ന കപടവിശ്വാസിയാണ്. മുസ്ലിമാണ് എന്നാണ് പുറമേ അറിയുക, ഉള്ളിൽ വിശ്വാസമില്ലാത്തയാൾ, അയാളാണ് കപടവിശ്വാസി. അയാൾ മോഷ്ടിച്ചത് അറിഞ്ഞു എന്ന് വന്നപ്പോൾ അദ്ദേഹം അത് ഒരു ജൂതൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ജൂതനാണത് മോഷ്ടിച്ചത് എന്ന് പ്രചരിപ്പിച്ചു. സ്വാഭാവികമായും ജൂതൻ്റെ വീട്ടിൽ നിന്ന് തൊണ്ടി മുതൽ കണ്ടെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതനെതിരെ വിധി പ്രസ്താവിക്കുവാൻ വേണ്ടി സന്നദ്ധമാകേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ ജൂതൻ്റെ വീട്ടിൽ നിന്നാണ് തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടുള്ളത്. കൃത്യമായ തെളിവുകൾ അയാൾക്കെതിരെയാണ്. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇലെ 105 മുതൽ 116 വരെയുള്ള വാക്യങ്ങൾ, നീണ്ട 11 വാക്യങ്ങൾ ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തുകയാണ്. ജൂതനാണെങ്കിലും നീതിക്ക് വേണ്ടി, നീതി അയാളുടെ പക്ഷത്താണെങ്കിൽ അയാളുടെ പക്ഷത്തിന് അനുകൂലമായി തന്നെ നിലനിൽക്കേണ്ടയാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിപ്പിക്കുകയും അവിടെ പറ്റിയ യഥാർത്ഥത്തിൽ കുറ്റവാളി ആരാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ടുള്ള സൂക്തങ്ങൾ. ഈ സൂക്തങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി പ്രസ്താവിക്കുകയും അയാൾ ഈ കപടവിശ്വാസി മതം മാറി നാടുവിടുകയും ചെയ്തു എന്ന് ചരിത്രം. ഇവിടെയെല്ലാം നമ്മൾ കാണുക, നേരത്തെ പറഞ്ഞതുപോലെ നീതി എന്തിനെതിരെയാണെങ്കിലും അത് നടപ്പാക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒരു ഭരണാധികാരിയുടെ കർത്തവ്യം. ആ ഭരണാധികാരിയുടെ കർത്തവ്യം നിർവഹിച്ചപ്പോൾ സ്വന്തം നാടിനെ സംരക്ഷിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഭരണാധികാരിയുടെ കർത്തവ്യ നിർവഹണമാണ്. അത് നാടുകളെ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള സമരമായിരുന്നില്ല, യുദ്ധമായിരുന്നില്ല. തൻ്റെ സാമ്രാജ്യം വിപുലീകരിച്ച് അവിടെ ഏകഛത്രാധിപതിയായി വാഴുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹമായിരുന്നില്ല റസൂലുള്ളാഹിയെ നയിച്ചത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്തത്, പട നയിച്ചത്, പടയാളികളെ ഒരുക്കിയത്, രക്തം ചിന്തേണ്ടി വന്നപ്പോൾ രക്തം ചിന്തിയത്, ഇതെല്ലാം തന്നെ ഈ ആദർശമനുസരിച്ച് ജീവിക്കുവാനും ആദർശ പ്രബോധനത്തിനും വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ്. ഉദിനലില്ലദീന, നിങ്ങൾക്ക് യുദ്ധം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. യുദിനലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ദുലിമു, നിങ്ങൾക്ക് യുദ്ധം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആക്രമിക്കപ്പെട്ടവരാണ്. ആക്രമിക്കപ്പെട്ട ആളുകളായതുകൊണ്ട്, നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ട ആളുകളായതുകൊണ്ട്, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളായതുകൊണ്ട്, ഈ ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥാവിശേഷമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം. ആ യുദ്ധത്തിന് വേണ്ടിയുള്ള കൽപ്പന വന്നതിന് ശേഷമാണ് ഇസ്ലാമിക സമൂഹത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായത്. ബദറും ഉഹുദും കന്തഖും ഹുനൈനുമെല്ലാം ഉണ്ടായത് അങ്ങനെയാണ്. ആ യുദ്ധങ്ങളിൽ പ്രതിരോധത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാജ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യാക്രമണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
പക്ഷേ ആ യുദ്ധങ്ങളുടെ സന്ദർഭങ്ങളിലെല്ലാം തന്നെ സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരമാവധി ഉപയോഗിച്ചത് നമുക്ക് കാണാനും സാധിക്കും. അതുകൊണ്ടാണല്ലോ ഹുദൈബിയ സന്ധി ഉണ്ടായത്. ഹുദൈബിയ സന്ധി ബദറും ഉഹുദും ഖന്തഖും കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന സന്ധിയാണ്. ആ സന്ധിയിൽ ഒന്നാമത്തെ സന്ധി വ്യവസ്ഥ തന്നെ പരസ്പരം യുദ്ധമില്ലാത്ത 10 വർഷങ്ങൾ എന്നതായിരുന്നു. ആ സന്ധി വ്യവസ്ഥ പ്രകാരം സന്ധിയുണ്ടാക്കി ആ സന്ധിയുടെ യുദ്ധമില്ലാത്ത 10 വർഷങ്ങൾക്ക് വേണ്ടി, അങ്ങനെ ഒരു സന്ധി വ്യവസ്ഥ ഒപ്പിടിക്കുന്നതിന് വേണ്ടി, അതിന് അനുവദിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ എല്ലാ കണ്ടീഷനുകളും, എല്ലാ നിബന്ധനകളും അംഗീകരിക്കുകയാണ് ചെയ്തത്. മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് ചെന്നാൽ അവരെ അവിടെ സ്വീകരിക്കില്ല. മക്കയിലെ ക്രൂരതകളിലേക്ക് അവരെ തിരിച്ചയക്കും. മദീനയിൽ നിന്ന് ആരെങ്കിലും കുഫറിലേക്ക് തിരിച്ചുപോയി മക്കയിൽ തിരിച്ചെത്തിയാൽ അവർ സ്വീകരിക്കും. ഇങ്ങനെ തുടങ്ങിയ നിബന്ധനകൾ, ആ നിബന്ധനകൾ മുഴുവനും അംഗീകരിച്ചുകൊണ്ട് തന്നെ സന്ധിക്ക് തയ്യാറാവുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യുദ്ധമില്ലാത്ത നാളുകൾക്ക് വേണ്ടി, സമാധാനത്തിൻ്റെ നാളുകൾക്ക് വേണ്ടി. തീർച്ചയായും ആ സമാധാനത്തിൻ്റെ നാളുകളിൽ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടു. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക്, അറബ്യൻ ഉപദ്വീപിന് പുറത്തേക്കും ഇസ്ലാം കടന്നു ചെല്ലുന്ന അവസ്ഥാവിശേഷമുണ്ടായി. അങ്ങനെ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വന്നു. അതിൻ്റെ ഈ ഹുദൈബിയ സന്ധിയുടെ ഫലം എന്നുള്ള നിലക്ക് തന്നെ മക്കാരാജ്യം വിജയിക്കപ്പെട്ടു. മക്കയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈന്യവും തിരിച്ചു പോകുന്ന സന്ദർഭമുണ്ട്. 10,000-ഓളം ആളുകളോടൊപ്പം, 10,000-ഓളം എന്തിനും തയ്യാറായ സഹാബിമാരോടൊപ്പം മക്കയിലേക്ക് തിരിച്ചു പോകുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പുറത്താക്കിയ നാട്ടിലേക്ക്, തങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച നാട്ടിലേക്ക്, തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത നാട്ടിലേക്ക്, തങ്ങളുടെ നാട് നശിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന ആളുകളുടെ നാട്ടിലേക്ക്, തങ്ങൾക്ക് എല്ലാ രൂപത്തിലുമുള്ള പ്രയാസങ്ങൾ സൃഷ്ടിച്ച ആളുകളുടെ നാട്ടിലേക്ക്, തങ്ങളെ 3 വർഷത്തോളം പട്ടിണി കിടത്തി പച്ചിലകൾ മാത്രം തിന്ന് ജീവിക്കുവാൻ നിർബന്ധിച്ച ആളുകളുടെ നാട്ടിലേക്ക്. ആ സമയത്താണ് ഒരു സഹാബി വിളിച്ചു പറഞ്ഞത്, ഹാദാ യൗമുൽ മൽഹമ എന്ന്. ഇതാ ഈ ദിവസം ഇറച്ചിവെട്ടിൻ്റെ, രക്തച്ചൊരിച്ചിലിൻ്റെ ദിവസമാണ് കേട്ടോ, പ്രതികാരത്തിൻ്റെ ദിവസമാണ് കേട്ടോ. സമാധാനത്തിൻ്റെ ദൂതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, അല്ല, ഹാദാ യൗമുൽ മർഹമ, അല്ല, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്. അത് വെറുതെ പറയുകയല്ല. ചരിത്രത്തിന് പരിചയമില്ലാത്ത വിധത്തിലുള്ള സംഭവങ്ങൾ വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. മക്കാ മുശ്രിക്കുകൾ, ഈ നേരത്തെ പറഞ്ഞ ക്രൂരതകൾ മുഴുവനും ചെയ്ത മക്കാ മുശ്രിക്കുകൾ, അവർക്ക് തുറന്ന മാപ്പ് നൽകുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക സമൂഹത്തിനെതിരെ അതിക്രൂരമായ പീഡനങ്ങൾ മാത്രം ചെയ്ത, ഇസ്ലാമിക സമൂഹത്തെ ഏറ്റവും എല്ലാ അർത്ഥത്തിലും വഞ്ചിക്കുകയും പ്രയാസങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്ത ചിലർക്കെതിരെ മാത്രമാണ് പ്രതികാര നടപടികളെക്കുറിച്ച് സംസാരിച്ചത്. അത് തന്നെ പ്രതികാര നടപടികൾ ഉണ്ടായത് ഏതാനും ആളുകൾ മാത്രം. എല്ലാം ചെയ്ത, എല്ലാ ക്രൂരതകളും ചെയ്ത ആളുകൾക്ക് അവർക്ക് മുഴുവനും പൊതുമാപ്പ് നൽകിക്കൊണ്ട് ഇസ്ലാമിൻ്റെ പാതയിലേക്ക് അവരെ ക്ഷണിക്കുകയും അവർക്ക് ഇസ്ലാമിലേക്ക് രക്ഷയുടെ മാർഗത്തിലേക്ക് വഴി തുറന്നു കൊടുക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. അതിനുശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വന്നത്. അങ്ങനെ ആ സമാധാനത്തിൻ്റെ സന്ദേശത്തിലേക്ക് ആളുകൾ കടന്നു വന്നപ്പോൾ ലോകത്തെങ്ങും ശാന്തിയുണ്ടായി, സമാധാനമുണ്ടായി, മാനവികതയുണ്ടായി. ആ മാനവികതയുടെ ചിത്രമാണ് നമ്മൾ ചരിത്രത്തിലുടനീളം കാണുന്നത്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടിച്ച സമാധാനത്തിൻ്റെ ആ വിപ്ലവം, സമാധാനത്തിന് വേണ്ടി നീതി നിർവഹിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച ആ പരിവർത്തനം, അത് ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയായി തീരുന്നത്, ലോകത്തെങ്ങുമുള്ള ആളുകൾക്ക് മാതൃകയാകുന്നത്. നമുക്കറിയാം, 32 വർഷക്കാലഘട്ടം കൊണ്ട്
ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യ സ്ഥാപകനായി മാറിയ ആളാണ് അലക്സാണ്ടർ ചക്രവർത്തി, മഹാനായ അലക്സാണ്ടർ. 32 വർഷക്കാലം കൊണ്ട് ഇറ്റലിയിലെ അയോണിയൻ കടൽ മുതൽ ഇന്ത്യയിലെ ഹിമാലയം വരെ, അന്ന് ഇന്നത്തേതുപോലെയുള്ള വാഹന സൗകര്യങ്ങളോ മറ്റോ ഒന്നുമില്ലാത്ത സമയത്ത്, തൻ്റെ യുവകാലഘട്ടത്തിൽ തന്നെ ലോകത്തിൻ്റെ അന്നത്തെ ക്രിസ്തുവിന് 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ സ്ഥാപകനായി മാറിയ അദ്ദേഹം മരണക്കിടക്കയിൽ കിടന്ന് തൻ്റെ മരണത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ ശവമഞ്ചം ചുമക്കേണ്ടത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരാണ്. എന്തുകൊണ്ടെന്നാൽ ലോകമറിയട്ടെ, മരണമെന്ന അസുഖത്തെ പിടിച്ചു വെക്കുവാൻ ഒരു ഡോക്ടർക്കും സാധ്യമല്ല എന്ന്. നിങ്ങളെൻ്റെ ശവവുമായി കടന്നു പോകുമ്പോൾ, എൻ്റെ മൃതശരീരവുമായി കടന്നു പോകുമ്പോൾ ഞാൻ സമ്പാദിച്ചു വെച്ച സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളുമെല്ലാം വഴിയിൽ വിതറിക്കൊണ്ട് കടന്നു പോകണം. ലോകമറിയട്ടെ, ഈ സമ്പാദ്യം കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്ന്. നിങ്ങളെൻ്റെ ശവമഞ്ചത്തിന് പുറത്തേക്ക് എൻ്റെ കൈകൾ പുറത്തേക്ക് കാണിക്കണം, കൈകൾ പുറത്തേക്ക് തൂക്കിയിടണം. ലോകം കാണട്ടെ, ഈ ലോകം മുഴുവനും കീഴടക്കി എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന, തൻ്റെ 32 വയസ്സിൻ്റെ ഉള്ളിൽ ലോകത്തെ ഏറ്റവും വലിയ ഏകഛത്രാധിപതിയായി മാറിയ അലക്സാണ്ടർ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകമറിയട്ടെ. ഇത് ഏത് സാമ്രാജ്യ സ്ഥാപകൻ്റെയും അവസാനത്തെ മനസ്സാണ്. ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യരെ കശാപ്പ് ചെയ്തുകൊണ്ട്, 10,000-കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട്, അവരുടെ ശവക്കൂനകൾക്ക് മേലെ അധികാര സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അവരുടെ രക്തപ്പുഴകൾക്ക് മുകളിലൂടെ നീന്തിക്കടന്ന് തങ്ങളുടെ അധികാരം നിലനിർത്തിക്കൊണ്ട് കടന്നുപോയ ആളുകൾ, അവർക്ക് അവസാനം കരയേണ്ടി വന്നു, ഞങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല, ഞങ്ങളൊന്നും സ്ഥാപിച്ചിട്ടില്ല എന്ന്. എന്നാൽ കേവലം 1018 പേർ മാത്രം, 259 മുസ്ലിങ്ങളും 759 മുസ്ലിങ്ങളല്ലാത്തവരും അമുസ്ലിങ്ങളും മാത്രം മരണപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ യുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമൂലമുണ്ടാക്കിയ സാമൂഹ്യ പരിവർത്തനം ഇന്നും ലോകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത മഹാവിപ്ലവത്തിൻ്റെ, മഹാപരിവർത്തനത്തിൻ്റെ കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒന്നും കൊണ്ടുപോകാതെ എല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് പരലോകത്തേക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്ത് തന്നെ ലോകത്തിന് സ്വീകരിക്കാൻ സാധിക്കുന്ന അത്യുത്തമമായൊരു സംസ്കാരം ധാർമ്മികതയുടെ ധ്വജവാഹകരുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട്, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ഇതാ ഉത്തമ സമുദായം, മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ടവർ, ധർമ്മം പഠിപ്പിക്കാൻ, അധർമ്മത്തിൽ നിന്ന് അകറ്റാൻ, അള്ളാഹുവിലുള്ള വിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് ലോകത്തിന് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് ആ സമൂഹത്തിൻ്റെ തുടർച്ചയായ വളർച്ചയിലൂടെ, ഈ ആദർശ പ്രബോധനത്തിൻ്റെ നൈരന്തര്യത്തിലൂടെ സമാധാനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശം ലോകത്തിന് മുഴുവനും പകർന്നു കൊടുക്കുവാൻ തക്ക ആളുകളെ സൃഷ്ടിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയത്. അതാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ സംഭാവന. അത് എല്ലാവർക്കും, അത് മതം വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കുമെല്ലാം അംഗീകരിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒന്നാമത്തെ വ്യക്തിത്വമായി ഇസ്ലാമിൻ്റെ ശക്തമായ ശത്രുക്കൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിലയിരുത്തുന്നത്. ഈ ഖൈർ ഉമ്മത്തിലെ അംഗങ്ങളായി തീർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സമാധാനത്തിൻ്റെ സന്ദേശം ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച ബഹുമാനായ എം അക്ബർ സാഹിബിന് അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി തുറന്ന ചോദ്യങ്ങൾക്കുള്ള അവസരമാണ്. ഇവിടെ മെയിൻ ഹാളിൽ ഇടതുഭാഗത്ത് മെയിൻ ചോദ്യോത്തര സെഷൻ്റെ മൈക്ക് ലഭ്യമാണ്. അതുപോലെ ഓഡിറ്റോറിയത്തിൻ്റെ സെൻറ്ററിലും സ്ത്രീകളുടെ ഭാഗത്തും മൈക്ക് ലഭ്യമാണ്. 3 സ്ഥലങ്ങളിലായാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാക്കിയിരിക്കുന്നത്. പുറത്ത് നിൽക്കുന്ന അമുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളണ്ടിയർമാർ ശ്രദ്ധിച്ചുകൊണ്ട് അവരെ മെയിൻ ഓഡിറ്റോറിയത്തിൽ എത്തിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്.
ഇവിടെ ചോദ്യോത്തര സെഷനിൽ അമുസ്ലിങ്ങൾക്കാണ് മുൻഗണന. അത് പ്രത്യേകം വളണ്ടിയർമാർ ശ്രദ്ധിക്കുക. ചോദ്യോത്തര സെഷൻ നിയന്ത്രിക്കുന്നത് ബഹുമാന്യനായ സക്കരിയ സാഹിബാണ്. ചോദ്യം ചോദിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ പേര് പ്രത്യേകം വെളിപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ അക്ബർ സാഹിബ് സംസാരിച്ച വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കണം നിങ്ങളുടെ ചോദ്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അക്ബർ സാഹിബ് അതിന് മറുപടി പറയുന്നതാണ്. ആദ്യത്തെ ചോദ്യം ഹോളിൻ്റെ വലതുഭാഗത്തു നിന്ന്, രണ്ടാമത്തത് ഇടതുഭാഗത്ത്, മൂന്നാമത് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന്. ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ മുന്നോട്ട് മൈക്കിൻ്റെ അടുത്തേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നൗഷാദ്. ഞാൻ മലപ്പുറം സ്വദേശിയാണ്. മാനവികതയുടെ കുറിച്ചുള്ള ഒരു സംസാരമായതുകൊണ്ട് പൊതുവിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളും അതുപോലെ പുതിയ മാനവികതാവാദികളും മതനിരപേക്ഷരും പൊതുവായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മതപരിത്യാഗിയുടെ ശിക്ഷാവിധി കുറിച്ചാണ് ചോദ്യം. ഇതിൽ ഇവർക്ക് ശരിക്കും യഥാർത്ഥത്തിൽ ഉള്ള ശിക്ഷാവിധി എന്താണ്? അത് യഥാർത്ഥ മാനവികതയുമായി ഏറ്റുമുട്ടുന്നുണ്ടോ? അതുപോലെ ഇതിൽ നബിയുടെ ചര്യ എന്താണ്? ഇതാണ് ചോദ്യം. ഇതേക്കുറിച്ച് ലോജിക്കായിട്ടുള്ളൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. സഹോദരൻ അഷ്റഫിൻ്റെ ചോദ്യം, നൗഷാദിൻ്റെ ചോദ്യം മതപരിത്യാഗിയുടെ ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിനെതിരെ ഇന്ന് ഏറ്റവും അധികം ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിലൊന്ന് മതപരിത്യാഗിയെ ഇസ്ലാം വധിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നതാണ്. അത് മതസ്വാതന്ത്ര്യത്തിനെതിരാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെ മതപരിത്യാഗിയുമായി ബന്ധപ്പെട്ട ശിക്ഷയും മതസ്വാതന്ത്ര്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ഒരു മുസ്ലിം അല്ലാത്തയാൾക്ക് നൽകപ്പെടുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. മുസ്ലിം അല്ലാത്ത ഒരാൾ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ അറിയപ്പെടുക ദിമ്മി എന്നാണ്. ദിമ്മികൾക്ക് അവരുടെ മതം അനുഷ്ഠിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് മുസ്ലിങ്ങൾക്ക് പോലും അനുവദിച്ചിട്ടില്ലാത്ത സ്വാതന്ത്ര്യങ്ങൾ, അവരുടെ സ്വകാര്യതകളിൽ അനുഭവിക്കുവാൻ അവർക്ക് അവകാശമുണ്ട്. ഉദാഹരണത്തിന് മുസ്ലിങ്ങൾ സ്വകാര്യമായി മദ്യപിക്കുകയാണെങ്കിൽ അവർക്ക് പരസ്യമായി ശിക്ഷിക്കപ്പെടും. ഇസ്ലാമിക രാഷ്ട്രത്തിൽ സ്വകാര്യമായൊരു ദിമ്മി മദ്യപിച്ചാൽ അങ്ങനെ ശിക്ഷയുണ്ടാവില്ല, അയാളുടെ മതം അതിനെ എതിർക്കാത്തിടത്തോളം കാലം. ഇങ്ങനെ ദിമ്മിക്ക് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ അയാളുടെ മതമനുസരിച്ച് ജീവിക്കുവാൻ ഉള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ദിമ്മിയും അല്ലാത്ത അവിടുത്തെ പൗരന്മാരും അഥവാ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ഒരു വ്യത്യാസം, മുസ്ലിങ്ങൾ ഏത് സമയത്തും യുദ്ധത്തിന് സന്നദ്ധമാകണമെന്നതാണ്. മുസ്ലിം പടകൾ എപ്പോഴും പടയാളികളാണ്. ഇന്നത്തേതുപോലെ പ്രത്യേകമായി സൈന്യവും കാര്യങ്ങളോ ഒന്നും ഇസ്ലാമിക രാഷ്ട്രത്തിൽ അന്ന് സാധ്യമല്ല. മാത്രമല്ല, ഇന്നാണെങ്കിലും ഇസ്ലാമിക രാഷ്ട്രം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരടക്കം യുദ്ധത്തിന് സന്നദ്ധമാകേണ്ടത് അവരുടെ മതപരമായ ഉത്തരവാദിത്വമാണ്. അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും എല്ലാ മുസ്ലിങ്ങൾക്കും പരിചയമുള്ളതാകും. ഇത്തരമുള്ളൊരു സന്ദർഭത്തിൽ ഒരു ദിമ്മി ഇസ്ലാം സ്വീകരിക്കുന്നു. ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം അയാൾക്ക് മുന്നിൽ തുറന്നിടുന്നു. ഇസ്ലാമിക രാഷ്ട്രത്തിൽ പിന്നെ രണ്ട് തരം പൗരന്മാരില്ല. അതെല്ലാം തുറന്നിടപ്പെടുകയും അതിനുശേഷം കുറേ കാലം കഴിഞ്ഞ് ഈ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഒരിക്കൽ അയാൾ പറയാണ്, ഞാൻ ഇതാ ഇസ്ലാം വിട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ
അവിടെ അയാൾ കേവലം മതപരിത്യാഗിയല്ല, മറിച്ച് അയാൾ രാജ്യദ്രോഹിയാണ്. രാജ്യദ്രോഹിക്കുള്ള ശിക്ഷയാണ് യഥാർത്ഥത്തിൽ കൊലക്കുറ്റം എന്നത്, വധശിക്ഷ എന്നത്, കൊലക്കുറ്റമല്ല. ഇവിടെ നമ്മൾ ഇതിനെ ഒരു ജനാധിപത്യ സാമൂഹ്യ ക്രമത്തിലുള്ള എല്ലാവർക്കും അവനവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു സാമൂഹ്യ ക്രമത്തിൽ ഉള്ള ആ ക്രമത്തിൻ്റെ അളവുകോലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് അളക്കുമ്പോഴാണ് പ്രശ്നം സംഭവിക്കുന്നത്. ഇത് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുക, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പാകിസ്ഥാൻകാരൻ വന്ന് താമസമാക്കുന്നു. ആൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇന്ത്യൻ്റെ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു. ആൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമ്മൾ കൊടുക്കുന്നു. ആ സിറ്റിസൺഷിപ്പ് കിട്ടി കുറേ കാലം കഴിഞ്ഞ് അയാൾ നമ്മുടെ മിലിറ്ററിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്നു, മിലിറ്ററിയിൽ കയറുന്നു, അയാൾ കമാൻഡർ ആകുന്നു, അയാൾ ഉയർന്നൊരു പോസ്റ്റിൽ നിൽക്കുന്നു. ഈ പോസ്റ്റിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം പൊട്ടുന്നു. ഈ സമയത്ത് അയാൾ എനിക്ക് ഇന്ത്യൻ്റെ സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാൻ പടയാളികളോടൊപ്പം കൂടിയാൽ ഇന്ത്യ രാജ്യം അയാളെ പരിഗണിക്കുക എന്തെങ്ങനെയാണ്? അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് അയാൾക്ക് ഏത് രാജ്യത്തും പോയി കൂടെ അയാളുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് സിറ്റിസൺഷിപ്പ് എടുത്തൂടെ? ആ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ ആ രാജ്യം സന്നദ്ധമാണെങ്കിൽ അയാൾക്കെതിരിൽ നിയമം നടപ്പാക്കാൻ ഒരു നിർവാഹമില്ലല്ലോ എന്നെല്ലാം നമുക്ക് മാനവികതക്ക് പറയാം. പക്ഷേ ഈ സന്ദർഭത്തിൽ അയാൾ മറ്റേ രാജ്യത്തിൻ്റെ സിറ്റിസൺ ആവുകയും അവിടുത്തെ പടയാളിയാവുകയും മാറുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യദ്രോഹമാണ്. അയാളെ പിടുത്തം കിട്ടിയാൽ ഇന്ത്യ തീർച്ചയായും ശിക്ഷിക്കും. ഇതേപോലെയാണ് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ഒരാൾ മുസ്ലിമായി തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇസ്ലാം പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അംഗമായി നിൽക്കുകയാണ് വേണ്ടത്. അതല്ലാതെ മതം എന്ന് പറയുന്നത് ഇങ്ങോട്ട് ചാടുകയും അങ്ങോട്ട് ചാടുകയും ചെയ്യുവാനുള്ള വളരെ ലൂസായിട്ടുള്ളൊരു ഏർപ്പാടല്ല എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ രംഗത്തുള്ള കാഴ്ചപ്പാട്. അത് മതപരിത്യാഗി എന്നതല്ല, മറിച്ച് രാജ്യദ്രോഹി എന്നുള്ള തലത്തിലാണ് ഇസ്ലാം പരിഗണിക്കുന്നത്. അത് ആദർശമനുസരിച്ച് ജീവിക്കുവാനോ അതിനുള്ള സ്വാതന്ത്ര്യം തടയുകയോ ചെയ്യുന്ന ആദർശമല്ല എന്ന് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യ ലോകത്ത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾ മതം മാറുകയും എല്ലാം ചെയ്യുന്ന ഒരു സമ്പ്രദായത്തെ താരതമ്യം ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഇതിനെ വ്യവഹരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയം ഈ രൂപത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഓരോ മുസ്ലിമും പടയാളിയാണ് എന്നും ആ മുസ്ലിമിന് ആകെ ഇല്ലാത്ത അവകാശം അതുമാത്രമാണ് എന്നും അയാൾക്ക് അയാളുടെ മതമനുസരിച്ച് ജീവിക്കുവാൻ പൂർണ്ണമായി സ്വാതന്ത്ര്യമുള്ളപ്പോൾ മുസ്ലിം സമൂഹത്തിൽ വന്ന് അയാൾ പിന്നീട് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മറ്റേ സമൂഹത്തിലേക്ക് പോവുക എന്നാണ് അർത്ഥമെന്നും അത് മതപരിത്യാഗം എന്നതിനേക്കാൾ അധികം രാജ്യദ്രോഹമാണ് എന്നുമുള്ള അടിസ്ഥാനമാണുള്ളത് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് യാക്കൂബ്. എനിക്ക് ഖുർആൻ്റെ അവതരണത്തെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഉസ്താദിൻ്റെ അടുത്ത്. അതായത് ആദ്യമായിട്ട് ഖുർആൻ ഇറങ്ങിയത് എവിടെ? ഹിറാ ഗുഹയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായിട്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ ഖുർആൻ ആയത്തിറങ്ങിയത് എന്ന് അറിയാം. അത് കഴിഞ്ഞ് ഈ നീണ്ട 23 വർഷങ്ങൾക്കുള്ളിൽ 6600 ആയത്തുകൾ സന്ദർഭങ്ങൾക്കനുസരിച്ചാണ് ഇറങ്ങിയതെന്നും അറിയാം. അപ്പോൾ ആയിരക്കണക്കിന് പ്രാവശ്യം ഈ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരിക്കണം. അപ്പം ഇത്രയും വലിയൊരു നേതാവ് മിക്കവാറും ജനക്കൂട്ടത്തിനിടയിലായിരിക്കണം സാധാരണ അധിക സമയവും ചെലവഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ തന്നെയും വീട്ടിൽ പോയാൽ ഭാര്യമാരുടെ കൂടെ ആണല്ലോ. അപ്പോൾ ഈ വഹി ഇറങ്ങിയത് ഒരു പ്രാവശ്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റൊരാളും തന്നെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല എന്ന് പറയുന്നു. അത് ശരിയാണോ എന്ന് സംശയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റാരെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയത് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? എന്താണ് അതിന് കാരണം എന്നാണ് ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ
സമൂഹത്തിൽ നിൽക്കുമ്പോൾ, ഭാര്യമാരുടെ അടുത്ത് നിൽക്കുമ്പോൾ എല്ലാം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയത്. ആ വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ പ്രവാചകന് പ്രകടമായ മാറ്റം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ശ്രദ്ധിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും ആ മാറ്റങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരും ഭാര്യമാരെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ വഹിയ് അദ്ദേഹത്തിന് റസൂലുള്ളാഹിക്ക് മാത്രം അനുഭവവേദ്യമായിരുന്ന സംഗതിയാണ്. അത് മറ്റാർക്കും അനുഭവവേദ്യമാകാത്ത സംഗതിയാണ്. എന്നാൽ ആ സമയത്ത് പ്രവാചക ജീവിതത്തിൽ പ്രവാചകൻ്റെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർ അനുഭവിച്ചിരുന്നു, വിയർക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ വലിയ ഭാരം അനുഭവപ്പെടുന്നതായി സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ. അതല്ലാതെ പ്രവാചകൻ അല്ലാതെ മറ്റാരും തന്നെ വഹി കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വരികയും സഹാബത്തിന് കൂടി പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ വഹിയായി തന്നെ, അതും വഹി തന്നെയാണ്, ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് സംഭാഷണങ്ങൾ നടത്തിയിരുന്നു. അത് സഹാബിമാർ കേട്ടിരുന്നു. എന്നല്ലാതെ റസൂലുള്ളാഹിക്ക് ലഭിച്ച വഹിയൊന്നും തന്നെ സഹാബിമാരോ മറ്റുള്ളവരോ കേട്ടിട്ടില്ല. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അക്ബർ സാറ് നാട്ടിൽ വെച്ച് നടത്തിയൊരു പ്രഭാഷണം നാട്ടിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഒരു സമയത്താണ് ഞാൻ ഇങ്ങോട്ട് കയറിപ്പോരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ചർച്ചയ്ക്ക് പലപ്പോഴും ഞങ്ങളൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് പ്രവാചകനെക്കുറിച്ചുള്ള വിഷയം തന്നെയാണ്. പ്രവാചകൻ ഒരു സാധാ അറബി പയ്യനായിരുന്നു 40 വയസ്സ് വരെ. എന്നാൽ നുബുവത്തിൻ്റെ സമയം വരെ പ്രവാചകൻ ഒരു സാധാ അറബി പയ്യനായിരുന്നു എന്നൊരു വിഷയമാണത്. ആ വിഷയ സംബന്ധമായി അക്ബർ സാറ് ഉദ്ദേശിച്ചതും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പൊതുസമൂഹത്തെ മനസ്സിലാക്കാൻ നമ്മളൊക്കെ കഴിയുന്നത്ര ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാലും പലപ്പോഴും അത് തെറ്റിദ്ധാരണ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അതായത് ഈ വിഷയം പലപ്പോഴും ഈ പ്രവാചകൻ ബുദ്ധമതത്തെക്കുറിച്ച് അക്ബർ സാർ പ്രസംഗത്ത് പറഞ്ഞു. ബുദ്ധൻ്റെ അടുത്ത് ആരാണ് ദൈവമെന്ന് ചോദിച്ച, ദൈവമുണ്ടോ എന്താണ് എന്ന് വിഷയത്തെ ചോദിച്ച സമയത്തൊക്കെ ബുദ്ധൻ മറുപടി പറഞ്ഞിരുന്നത് ദൈവം ഉണ്ടാവാം, ചിലപ്പോൾ സ്വർഗവും ഉണ്ടാവാം, നരകവും ഉണ്ടാവാം. ഉണ്ടെങ്കിൽ അത് നന്മ ചെയ്യുന്നവർക്ക് ലഭിക്കും, ഇല്ലെങ്കിൽ തിന്മ ചെയ്യുന്നവർക്ക് നരകം ലഭിക്കും എന്ന അർത്ഥത്തിലായിരുന്നു പറഞ്ഞത്. ആ ബുദ്ധനെ പോലും പിന്നീട് ബുദ്ധ ഭഗവാൻ എന്ന് വിശേഷിപ്പിക്കുന്ന വലിയൊരു തമാശയിൽ ഇന്ന് ലോകമുള്ളത്. അതുകൊണ്ട് പ്രവാചകനെയും ആ ഒരു തരത്തിൽ മനുഷ്യ ദൈവമായും അതേപോലെ അമാനുഷികതയൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അക്ബർ ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോഴും ചില ആളുകൾ പറയുന്നു അങ്ങനെ വരുമ്പോഴും ചില ആളുകൾ പ്രവാചകൻ്റെ ജന്മസമയത്ത് ചന്ദ്രൻ പിളർന്നു എന്നുൾപ്പെടെയുള്ള, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു സാധാ അറബി പയ്യനാവുക എന്നൊരു ചോദ്യം അവിടെ പറഞ്ഞപ്പോഴും അത് വാറോലയായി നമ്മൾ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി ബുഖാരിയിലെ ഒരു ഹദീസ് പ്രകാരം പ്രവാചകന് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പാണ് ഇസ്രാ മിറാജ് എന്ന് പറയുന്ന മഹാത്ഭുതം സംഭവിച്ചത് എന്നത് ബുഖാരിയിലെ ഹദീസുണ്ട്. അതുകൊണ്ട് അക്ബർ പറഞ്ഞത് ശരിയായില്ല എന്ന അർത്ഥത്തിൽ ഒരു ചർച്ച കേട്ടു. എന്താണ് ബഹുമാന്യനായ അക്ബർ സാറിന് ഈ വിഷയ സംബന്ധമായി ഈ ഹദീസിനെ കുറിച്ചും ഈ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പാണോ ഈ ഇസ്രാ മിറാജ് ഉണ്ടായി എന്നുള്ളതും ഈ ഹദീസ് ലൈഫാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അക്ബർ സാർ വ്യക്തമായി വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറബി പയ്യനാണോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം ചോദ്യം. വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് ശരിക്ക് ഇത്തരം പൊതുവേദികളിൽ മറുപടി പറയേണ്ടതില്ല. പക്ഷേ വിഷയം പഠിക്കേണ്ടതായതുകൊണ്ട്, മനസ്സിലാക്കേണ്ടതായതുകൊണ്ട് മാത്രം മറുപടി പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ 40 വയസ്സ് വരെ അള്ളാഹു പ്രവാചകനാക്കാൻ വേണ്ടി തന്നെ വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിത്വമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പ്രവാചകനാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വളർത്തിക്കൊണ്ടുവന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. 40 വയസ്സിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സവിശേഷതയുമില്ല എന്നല്ല പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മനസ്സിലാക്കിയാൽ പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുക. പ്രവാചകൻ്റെ ചെറുപ്പത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായതായി സ്വഹീഹായ ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ്റെ നെഞ്ചകം പിളർക്കപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശുദ്ധീകരിക്കുകയുമെല്ലാം ചെയ്ത, മലക്കുകൾ വന്ന് ശുദ്ധീകരിക്കുകയെല്ലാം ചെയ്ത സംഭവമുണ്ട്. അതേപോലെ തന്നെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൽ നിന്ന് തന്നെ ചില ആളുകൾ ബഹീറയെപ്പോലെയുള്ള മറ്റു പുരോഹിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടാൻ പോകുന്ന പ്രവാചകനാണ് എന്ന രൂപത്തിൽ പറഞ്ഞതായും ഉള്ള സൂചനകളുണ്ട്. ഇവിടെ പ്രവാചകൻ സാധാരണ അറബി പയ്യനാകുന്നത് ആർക്കാണ്? ആ സന്ദർഭം എന്താണ്? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെയെങ്കിലും വ്യക്തിപരമായി തേജോവധം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അയാൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സംഭവത്തെ വഴിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഉദ്ധരിച്ചാൽ എന്തും നമുക്ക് എളുപ്പം പറയാൻ കഴിഞ്ഞേക്കും. ഒരു ക്രൈസ്തവ പുരോഹിതൻ, പണ്ഡിതൻ, അദ്ദേഹം വാദിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മന്ത്രവാദിയായിരുന്നു എന്നാണ്. അദ്ദേഹം പല മന്ത്രവിദ്യകളും ചെയ്തിരുന്നു, ചില പൈശാചികമായ ചില കഴിവുകളെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് വാദിക്കുന്നത്. ഈ വാദത്തിന് മറുപടി പറയുമ്പോൾ ആ വാദത്തിന് ഉപോത്ബലകമായി അദ്ദേഹം ഉദ്ധരിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളാണ്. അഥവാ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മജീഷ്യനാണ്, മാന്ത്രികനാണ് എന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാരണക്കാരനാണ് എന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കവിയാണ് എന്ന്. ഇങ്ങനെ മക്കാ മുശ്രിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മറുപടി പറയുമ്പോൾ ആ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവ പണ്ഡിതൻ ഇസ്ലാമിനെതിരെ വാദിക്കുന്നത് മുഹമ്മദ് നബി ഒരു മാന്ത്രികനായിരുന്നു, അദ്ദേഹം ഒരു പൈശാചിക ബാധയുള്ളയാളായിരുന്നു, അദ്ദേഹം ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞയാളായിരുന്നു എന്ന്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യനായിരുന്നു. ആർക്ക്? അറബികൾക്ക്, ആ സമൂഹത്തിലുള്ള ആളുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ കണ്ട പ്രവാചകനുണ്ട്, അവർക്ക് അദ്ദേഹത്തിൽ വ്യത്യാസങ്ങളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള മുഹമ്മദിനെ അവർ അംഗീകരിക്കുകയും ആദരിക്കുകയുമാണ് ചെയ്തത്. 40 വയസ്സായതിനു ശേഷം അവർക്ക് വിരോധമുള്ള ആശയങ്ങൾ പറഞ്ഞപ്പോൾ മാത്രം അവർ പറഞ്ഞു മാരണക്കാരനാണ്, മാന്ത്രികനാണ്, കവിയാണ് എന്നെല്ലാം അവർ പറഞ്ഞത് 40 വയസ്സിന് ശേഷമാണ്. 40 വയസ്സ് വരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ മാത്രമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമ്മൾ ഈ വാദത്തിനെതിരെ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അവിടെ ബാക്കി എല്ലാ ഭാഗങ്ങളും എടുത്ത് വെട്ടിമാറ്റി ഈ 40 വയസ്സ് വരെ മുഹമ്മദ് നബി ഒരു അറബി പയ്യനായിരുന്നു, ഒരു സാധാരണ അറബി പയ്യനായിരുന്നു എന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ചില സുഹൃത്തുക്കൾ ചെയ്തത്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പം മുതലേ അള്ളാഹു നുബുവത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരികയും 40-ാം വയസ്സിൽ നുബുവത്ത് നൽകുകയും ചെയ്ത മഹാപുരുഷനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലാക്കുന്നവനാണ് മുസ്ലിം. അവന് പ്രവാചകൻ്റെ നുബുവത്തിന് മുൻപുണ്ടായ സംഭവങ്ങളെയോ ശേഷമുണ്ടായ സംഭവങ്ങളെയോ ഒന്നും നിഷേധിക്കാൻ കഴിയില്ല. ഇസ്രാ മിഅ്റാജ് നുബുവത്തിന് മുമ്പേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതിനുവേണ്ടി ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് നുബുവത്തിന് ശേഷം തന്നെയാണ്. നുബുവത്തിന് ശേഷമാണ്, മക്കയിൽ വെച്ചാണ് ഇസ്രാ മിഅ്റാജും ഉണ്ടാകുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജ് ഇസ്രാ ഉണ്ടാകുന്നത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞു പരത്തുന്ന ഒരു സാഹചര്യത്തിലാണ്. ആ സന്ദർഭത്തിൽ ഇസ്രാ ഉണ്ടാവുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറയുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഇതും കൂടി വെച്ച് ഇപ്പോൾ പലതും പറഞ്ഞിരുന്നു. മുഹമ്മദ് ഇപ്പോൾ ഇത്തരം ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി വന്നു, ആകാശലോകത്ത് സന്ദർശിച്ചു എന്നെല്ലാം ഉള്ള വാദങ്ങൾ വരെ മുഹമ്മദ് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈസൈസ് മുഹമ്മദിലാണോ വിശ്വസിക്കുന്നത് എന്ന രൂപത്തിൽ മക്കാ മുശ്രിക്കുകൾ പ്രചരിപ്പിക്കുകയും അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും എന്ന് പ്രതികരിക്കുകയും എല്ലാം ചെയ്തത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അത് സംഭവിച്ചതും നുബുവത്തിന് ശേഷം തന്നെയാണ്. ആ ഇസ്രാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂറത്തുൽ ഇസ്രാ ഖുർആനിലെ 17-ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. അത് നുബുവത്തിന് മുൻപല്ല, നുബുവത്തിന് ശേഷം തന്നെയാണ്. എന്നാൽ
ഞാൻ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തിന് മുമ്പ് ഒരു സവിശേഷതയുമില്ല എന്നല്ല മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. മറിച്ച് ആ സവിശേഷതകൾ പ്രവാചകനടക്കം തിരിച്ചറിയാനും സമൂഹത്തിന് കൃത്യമായി മനസ്സിലാകാനും ആരംഭിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യം ഹോൾ നമ്പർ 1. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അനീസ് എന്നാണ്. എൻ്റെ ഒരു ചോദ്യം, ഈ ചോദ്യം ഓൾറെഡി സാക്കിർ നായിക്ക് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിച്ച ചോദ്യമാണ്. വ്യക്തമായൊരു ഉത്തരം അവർക്കൊന്നും അങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് തോന്നിയില്ല ഉത്തരം. ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് സൗദി അറേബ്യയിൽ മറ്റു മതങ്ങൾക്ക് അവരുടെ പരിവർത്തനത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ചാൻസ് നൽകുന്നില്ല? ഇസ്ലാമിൽ എന്തെങ്കിലും നിയമങ്ങളുണ്ടോ അങ്ങനെ ചെയ്യാതിരിക്കാൻ? സൗദി അറേബ്യയിൽ എന്തുകൊണ്ടാണ് മറ്റ് മതവിശ്വാസികൾക്ക് അവരുടെ മതപ്രബോധനത്തിന് അവസരം കൊടുക്കാത്തത് എന്നാണ് ചോദ്യം. സൗദി അറേബ്യ എന്നല്ല, ലോകത്തെ ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തെ പൗരന്മാർക്കാണ് അവകാശം ഉണ്ടാവുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യമാണത്. നമ്മൾക്ക് പലപ്പോഴും അറബ് നാടുകളിലെല്ലാം നമുക്ക് തന്നിട്ടുള്ള തുറന്ന അനുവാദങ്ങളും അവസരങ്ങളും നമ്മൾക്കങ്ങനെ കിട്ടുമ്പോൾ ഈ ഒരു അവസരം എന്നുള്ളതൊരു അവകാശമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ഇതുപോലത്തെ ഭരണാധികാരികളുടെ ഔദാര്യമാണെന്നുള്ളതാണ് വസ്തുത. ഏത് രാജ്യത്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മതപ്രബോധനം എന്ന് പറഞ്ഞാൽ ഏത് അവകാശമാണെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് മതപ്രബോധനത്തിന് തുറന്ന അവകാശമുള്ളൊരു നാടാണ്. എന്നാൽ UAE-യിൽ നിന്ന് ഒരാൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് മതപ്രബോധനം നടത്താൻ പറ്റുമോ? നടത്താൻ പറ്റില്ല. നടത്തണമെങ്കിൽ ആ രാജ്യത്ത് ഇന്ത്യയിൽ നിന്ന് പ്രത്യേക പെർമിഷൻ വേണം. അതിനുള്ള പ്രത്യേകമായ ലൈസൻസും സർട്ടിഫിക്കറ്റും ഉണ്ടാക്കേണ്ടതുണ്ട്. ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തെ പൗരന്മാർക്കാണ് മതപ്രചരണത്തിനും മതപ്രബോധനത്തിനും എന്നല്ല ഏത് അവകാശം ഉണ്ടാവുക. മറ്റേത് ഔദാര്യമാണ്. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ കിട്ടുന്നത് ഔദാര്യമാണ്. പൗരന്മാർക്കാണ് അവകാശം ഉണ്ടാകുക. സൗദി അറേബ്യയിൽ 100% മുസ്ലിങ്ങൾ ആരാണ്. അവർക്ക് ആ മുസ്ലിങ്ങളുള്ള സൗദി അറേബ്യയിൽ അവർക്കാണ് അവരുടെ നിയമം നിർമ്മിക്കുവാനും ഏതൊരു സാമൂഹ്യാവസ്ഥയാണ് നിലനിൽക്കേണ്ടതെന്ന് തീരുമാനിക്കുവാനുമുള്ള അവകാശം. അവരെ സംബന്ധിച്ചിടത്തോളം ആദർശ പ്രബോധനത്തിൻ്റെ പേരിൽ ലോകത്തെങ്ങും മറ്റ് മതപ്രബോധകന്മാർ ചെയ്യുന്നത് എന്താണ് എന്ന് ഇന്ന് ലോകത്തിന് കൃത്യമായിട്ടറിയാം. ഇപ്പം ഇന്ത്യയിൽ എന്നല്ല, മുസ്ലിം ലോകത്ത് തന്നെ മതപ്രചരണത്തിൻ്റെ പേരിൽ ചെയ്യുന്നത് മുസ്ലിം യുവാക്കളെ വഴിതെറ്റിച്ച് മതവിരുദ്ധരാക്കി മാറ്റാനും അങ്ങനെ ലഹരിയിലേക്കും മറ്റ് സ്ത്രീകളിലേക്കുമെല്ലാം പറഞ്ഞയക്കാനും, അങ്ങനെ പറഞ്ഞയച്ചിട്ട് അവിടെ നിന്നുണ്ടാകുന്ന മനസ്സംഘർഷത്തിന് പരിഹാരമായി ക്രിസ്തുവിൻ്റെ സ്നേഹോപദേശങ്ങളും മറ്റുമെല്ലാം വളരെ സമർത്ഥമായി കൊടുക്കുവാനുമുള്ള പരിശ്രമങ്ങളാണ് ലോകവ്യാപകമായി മതപ്രചരണം എന്ന പേരിൽ മുസ്ലിം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ സർക്കാർ ചിലപ്പോൾ തീരുമാനിച്ചതാകാം ആ രൂപത്തിലുള്ള മതപ്രചാരണം ഇവിടെ അനുവദിക്കേണ്ടതില്ല എന്ന്. തീർച്ചയായും ഏതൊരു രാജ്യത്തും ആ രാജ്യത്തിലെ പൗരന്മാർക്കാണ് അവകാശം എന്നുള്ള നിലക്ക് തന്നെ ആ നാട്ടിൽ ഒരു അമുസ്ലിം പൗരനമില്ലാത്ത സ്ഥിതിക്ക് അത്തരമൊരു അവകാശം അപ്രസക്തമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം ഹോൾ നമ്പർ 2 എന്നാണ്. ഓക്കെ. പ്രവാചകന്റെ ഭരണകാലത്ത് തൻ്റെ രാജ്യത്ത് ജീവിച്ച അമുസ്ലിങ്ങളിൽ നിന്ന് മാത്രമായി നികുതി പണം പിരിച്ചതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ മുസ്ലിങ്ങളിൽ നിന്ന് അങ്ങനെ നികുതി പണം പിരിച്ചതായും നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല. ഇത് നീതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അമുസ്ലിങ്ങളിൽ നിന്ന് മാത്രമായി നികുതി പണം സ്വീകരിച്ചു, മുസ്ലിങ്ങളിൽ നിന്ന് നികുതി സ്വീകരിച്ചില്ല. അത് നീതിയാണോ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ എന്താണ് ഈ നികുതി എന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ ഉടലെടുക്കുന്നത്. ആ മുസ്ലിങ്ങൾ കൊടുത്തിരുന്ന, ദിമ്മികൾ കൊടുത്തിരുന്ന നികുതിയുടെ പേര് ജിസിയ എന്നാണ്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ജിസിയ? ഞാൻ നേരത്തെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഒരു അമുസ്ലിം ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ അയാൾക്ക് എല്ലാ അവകാശങ്ങളുമുണ്ട്. എന്നാൽ അയാൾ സൈനിക സേവനം നടത്തേണ്ടതില്ല. അയാൾ സൈനിക സേവനം നടത്താതിരിക്കുകയും രാഷ്ട്രത്തിൻ്റെ എല്ലാ സുരക്ഷിതത്വവും അയാൾ നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ ആ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ഒരു നികുതിയാണ് എന്ത്? ജിസിയ. ആ ജിസിയ യഥാർത്ഥത്തിൽ
മുസ്ലിം സമൂഹത്തിൻ്റെ, ഇസ്ലാമിക രാഷ്ട്ര സമൂഹത്തിൻ്റെ സുരക്ഷിതത്വവും സന്തുലനവുമായി ബന്ധമുണ്ട്. മുസ്ലിങ്ങൾക്ക്, ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് നിർബന്ധമായും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ആ സക്കാത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ പൊതുഖജനാവിലേക്കാണ് പോവുക. ആ പൊതുഖജനാവിൽ നിന്ന് രാഷ്ട്ര പുനർനിർമ്മിതിക്കാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തപ്പെടുന്നു. അവിടുത്തെ പാവപ്പെട്ടവനെ പുനരധിവസിപ്പിക്കാനും നേരത്തെ പറഞ്ഞ രൂപത്തിൽ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിനും ആണ് ഫീ സബീലില്ല എന്നുള്ളത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ. അങ്ങനെ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിനും എല്ലാം മുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന് പിരിച്ച സക്കാത്ത് ഉപയോഗപ്പെടുത്തപ്പെടുന്നു. ആ മുസ്ലിങ്ങളോട് സക്കാത്ത് പിരിക്കാൻ നിർവാഹമില്ല. അത് ഒരു മതപരമായ ഉത്തരവാദിത്തമാണ് എന്നതുകൊണ്ട് തന്നെ, അതൊരു ഇബാദത്താണ് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങൾക്ക് സക്കാത്ത് പിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ എല്ലാ തരത്തിലുമുള്ള സുരക്ഷിതത്വം അനുഭവപ്പെടുകയും അതേസമയം ആ സക്കാത്ത് കൊടുക്കേണ്ടതില്ലാതിരിക്കുകയും യുദ്ധത്തിന് ഒരിക്കലും നിർബന്ധമില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയുള്ള സംരക്ഷണ നികുതിയാണ് ജിസിയ. ആ ജിസിയ എപ്പോൾ അവർക്ക് സംരക്ഷണം നൽകാൻ സാധ്യമല്ല എന്ന അവസ്ഥ സംജാതമാകുന്നുവോ അപ്പോൾ തിരിച്ചു കൊടുത്ത സന്ദർഭങ്ങൾ കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹുവിൻ്റെയും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ എല്ലാം കാലത്ത്. അഥവാ ജിസിയ വാങ്ങുകയും എന്നാൽ മറ്റു രാഷ്ട്രങ്ങളുമായി യുദ്ധം പൊട്ടുകയും ആ യുദ്ധത്തിൽ മുസ്ലിം സമൂഹത്തിന് ചിലപ്പോൾ തങ്ങളുടെ രാജ്യത്തുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകാൻ കഴിയില്ല എന്ന് മനസ്സിലാവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ജിസിയ തിരിച്ചു നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തെല്ലാം ചില സമൂഹങ്ങൾ ജിസിയ ഞങ്ങൾ നൽകുന്നില്ല, പകരം സക്കാത്ത് നൽകാം എന്ന് പറഞ്ഞപ്പോൾ സക്കാത്തിൻ്റെ തുകക്ക് തുല്യമായ തുക അവരിലെ സമ്പന്നരിൽ നിന്ന് വാങ്ങിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. സക്കാത്ത് എപ്പോഴും ജിസിയയേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ലാത്ത ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം പൂർണ്ണമായി അനുഭവിക്കുന്ന, എന്നാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ യുദ്ധത്തിന് നിർബന്ധിക്കപ്പെടാത്ത ആളുകൾക്ക് അവർക്ക് രാഷ്ട്രം നൽകുന്ന സംരക്ഷണത്തിനുള്ള നികുതിയാണ് ജിസിയ. അതൊരിക്കലും തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല, മുസ്ലിങ്ങളോട് വാങ്ങേണ്ടതില്ല. കാരണം മുസ്ലിങ്ങൾ എപ്പോഴും പടയാളികളാണ്, അതോടൊപ്പം തന്നെ സക്കാത്ത് നൽകുന്നവരുമാണ്. ഹോൾ നമ്പർ 1 ചോദ്യം പോവുകയാണ്. അക്ബർ സാഹിബ്, എൻ്റെ ചോദ്യം എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു അമുസ്ലിം സഹോദരൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഇതിനിടയിൽ ഒരു ദിവസം അദ്ദേഹം ഒരു ഡിസ്കവറി ചാനൽ വന്ന ഒരു ഡോക്യുമെൻ്ററിയുമായി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അതിൽ ഒരു ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ താമസിക്കുന്ന പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ ഒരു ദിവസത്തെ കഥയായിരുന്നു, അത് സ്റ്റോറിയായിരുന്നു. അപ്പോൾ അതിൽ അവർ ജീവിക്കുന്നത് ആ മരത്തിൽ നിന്നും കിട്ടുന്ന പഴങ്ങളും തേനുകളും ആ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്നത് എന്താണോ അതുമാത്രം അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് പുറലോകവുമായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചോ ഏതാണ് സത്യമെന്നോ അല്ലെങ്കിൽ ഏതാണ് എൻ്റെ ധർമ്മമെന്നോ അറിയാതെ ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ സുഹൃത്ത് എന്നോട് ചോദിച്ചത്, ഇങ്ങനെയുള്ളവരുടെ വിധി നാളെ എന്തായിരിക്കും? കാരണം ഖുർആനും ഹദീസും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്, ഒരു സത്യവിശ്വാസി അവൻ ഈമാനിൽ ഉറച്ചു വിശ്വസിക്കുന്നവന് മാത്രമേ ശാശ്വതമായ വിജയമുള്ളൂ എന്ന്. ഇന്ന് ജീവിച്ചിരിക്കുന്ന പല മുസ്ലിം സുഹൃത്തുക്കളും എന്താണ് ഇസ്ലാം എന്നോ എന്താണെന്നോ അറിയാത്തവരാണ്. അപ്പോൾ അവർക്ക് നാളെയുള്ള പരലോകത്ത് എന്തായിരിക്കും അവരുടെ വിധി? അവരുടെ കുടുംബം അങ്ങനെ ആയതുകൊണ്ട് മാത്രമായിരിക്കണം അവർ ഹിന്ദുവായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം അല്ലാത്തവനായി ജനിച്ചത്. അപ്പോൾ അവർക്കുള്ള നാളെയുള്ള വിധി എന്തായിരിക്കും? ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത അമുസ്ലിങ്ങളുടെ വിധി എന്താണ് എന്നാണ്, പരലോകത്തെ വിധി എന്താണെന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം. അതൊരു അമുസ്ലിം സുഹൃത്ത് ഡിസ്കവറി ചാനലിലുള്ള ഒരു ഡോക്യുമെൻ്ററി കാണിച്ചുകൊണ്ട് ഒരു പ്രാകൃത കാട്ടിൽ ജീവിക്കുന്ന ഒരാളെ കാണിച്ചുകൊണ്ട്, ഒരു കുടുംബത്തെ കാണിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്നാണ്. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. പരലോകത്ത് ഒരു തരിമ്പ് പോലും അള്ളാഹു അനീതി ചെയ്യില്ല. വലാ യുദ്ലമൂന നഖീറ, ഒരാളോട് പോലും ഒരു തരിമ്പ് പോലും അള്ളാഹു അനീതി ചെയ്യില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഒരാളോടും ഒരു അനീതിയും ചെയ്യില്ല. ആ വിചാരണ കഴിയുമ്പോൾ തന്നെ ഓരോരുത്തർക്കും, ശിക്ഷിക്കപ്പെടുന്ന ഓരോരുത്തർക്കും സ്വയം ബോധ്യപ്പെടും അവരുടെ ശിക്ഷ എന്താണ്, എന്തുകൊണ്ടാണ് എന്ന്.
അതിനുവേണ്ടിയാണ് വിചാരണ തന്നെ. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്ക് അള്ളാഹ്ക്കറിയാം, ആ കണക്കനുസരിച്ച് നമ്മളോട് സ്വർഗത്തിലോ നരകത്തിലോ പോകാൻ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പോകേണ്ടി വരും. പക്ഷേ അങ്ങനെയല്ല, അള്ളാഹു നീതിമാനാണ്. നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ നന്മകളും നമ്മുടെ തിന്മകളും. അതിനുശേഷം മാത്രമേ പരലോകത്ത് നരകമോ സ്വർഗമോ നൽകപ്പെടൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് വിചാരണ. ഞാൻ പറയുന്നത്, ഒരാൾ നരകത്തിലേക്ക് പോകുമ്പോൾ സ്വയം ബോധ്യപ്പെട്ട് ഉറപ്പിച്ച് ഞാൻ നരകത്തിന് അർഹനാണ് എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമ്മളാരും തന്നെ ഇത് എത്താത്ത ആളുകൾക്ക് ആ എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് പടച്ചവൻ അത് ചെയ്യോ ഇത് ചെയ്യോ എന്ന് ആലോചിച്ച് ബേജാറാവേണ്ട കാര്യമില്ല. പക്ഷെ അവർക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. ഇവിടെ ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആദിവാസിൻ്റെ കാര്യം വിടാം. നിങ്ങൾ പറയുന്ന മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ മാത്രം അമുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകൾ, അവർ ഇസ്ലാമിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? ലോകത്ത് ഈ വർത്തമാനങ്ങൾ മുഴുവനും നടക്കുന്നു, മീഡിയകളിൽ ചർച്ചകൾ നടക്കുന്നു, മുസ്ലിം പള്ളികളിൽ നിന്ന് ബാങ്കുലികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഈ പ്രഭാഷണങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നു, പ്രദേശങ്ങളിൽ ഉറക്കെ ഈ സന്ദേശം പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ചെവിട് കൊടുക്കുകയോ മനസ്സ് കൊടുക്കുകയോ ചെയ്യാതെ പുറംതിരിഞ്ഞു നിൽക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായൊരു കാര്യമാണോ? അവിടെ ദൈവീകമെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥം എന്തു പറയുന്നു എന്ന് പോലും പരിശോധിക്കുവാൻ ഉള്ള സന്മനസ് കാണിക്കാതെ ഒരു തരത്തിലുള്ള അവഗണനാ മനോഭാവമായ അവോയ്ഡൻസ് എത്രത്തോളം ഒരു മനുഷ്യന് ഭൂഷണമാണ്. ഇതെല്ലാമാണ് നമ്മൾ ചോദിക്കേണ്ടത് സ്വയം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഓരോരുത്തർക്കുമുള്ള ശിക്ഷകൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നത് പലപ്പോഴും യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. അവർക്ക് അവർക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എത്തിയത് പലപ്പോഴും അവരുടെ അവോയ്ഡൻസ് കൊണ്ട്, അവരുടെ അവഗണന കൊണ്ട് തട്ടിത്തെറിപ്പിക്കപ്പെട്ടു പോയതും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവിടെ എല്ലാം തന്നെ അള്ളാഹു നീതിമാനാണ്, ഒരിക്കലും അനീതി ചെയ്യില്ല. ഒന്ന്. രണ്ടാമതായി ആദിവാസികളെക്കുറിച്ച് പറഞ്ഞു. ആദിവാസികൾക്ക് നമ്മൾ എത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ സന്ദേശം എത്തിയിട്ടില്ല. നമ്മൾ പലപ്പോഴും ആദിവാസികളെ മനസ്സിലാക്കുന്നിടത്ത് പറ്റുന്ന അബദ്ധങ്ങളാണ് ലോകത്തിൻ്റെ മുന്നിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദിവാസി സമൂഹങ്ങൾ അവരുടെ ഡ്രസ് കോഡോ അവരുടെ നമ്മുടെ സംസ്കാരം എന്ന അർത്ഥത്തിൽ നമ്മൾ വെച്ച അളവുകോലുകൾ വെച്ചുകൊണ്ട് അവരെ പരിശോധിക്കുമ്പോൾ ആ പരിശോധനയിൽ അവർ മോശമാണ് എന്നോ പ്രാകൃതരാണ് എന്നോ എന്നെല്ലാം നമുക്ക് പറയാമെങ്കിലും അവരുടെ വിശ്വാസ കാര്യങ്ങൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ നമ്മുടെ ആധുനിക മനുഷ്യൻ്റെ വിശ്വാസത്തേക്കാൾ പെർഫെക്റ്റാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക ചിലപ്പോഴെല്ലാം. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹാ നദീർ. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു മുന്നറിയിപ്പുകാരൻ്റെ, ഒരു പ്രവാചകൻ്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ. ഏത് ആദിവാസി സമൂഹത്തിലേക്കും ദൈവദൂതന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടാകും. ആ ദൈവദൂതന്മാർ അക്കാലഘട്ടത്തിലെ ഏതോ ഒരു കാലഘട്ടത്തിൽ അതനുസരിച്ചുള്ള പ്രബോധനങ്ങൾ നിർവഹിച്ചിട്ടുണ്ടാകും. ഇപ്പം ആഫ്രിക്കൻ കാടുകളിൽ ജീവിക്കുന്ന പുരാതന ശിലായുഗ സംസ്കാരം ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ള സുലു വർഗ്ഗക്കാർ, ആ സുലു വർഗ്ഗക്കാരുടെ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ഒരു അപഗ്രഥനമുണ്ടായിരുന്നു. അവർ ദൈവത്തെക്കുറിച്ച്, സൃഷ്ടാവിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത് ഏത് രൂപത്തിലാണ് എന്ന്. അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന ഒരു ഡോക്യുമെൻ്ററിസ്റ്റ്, അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ, ജേർണലിസ്റ്റ്, അയാൾ അവരുടെ മൂർത്തികളെ കണ്ടു. ആ മൂർത്തികളെ കണ്ടപ്പോൾ ഇതെല്ലാമാണോ സ്രഷ്ടാവ് എന്ന് ചോദിച്ചു. ആ സ്രഷ്ടാവ് എന്ന് ചോദിച്ച് അവർ പറഞ്ഞു, ഇതൊന്നുമല്ല സ്രഷ്ടാവ്. സ്രഷ്ടാവ് ആരാ? സ്രഷ്ടാവ് ഉംവലിംഗങ്കിയാണ് എന്നാണ് അവരുടെ ഉത്തരം. ഉംവലിംഗങ്കി എന്നാണ് അവരുടെ പ്രാകൃത ഭാഷയിൽ സ്രഷ്ടാവിനെ അവർ വിളിക്കുന്നത്. അപ്പോൾ ഉംവലിംഗങ്കിയാണ് അവരുടെ സ്രഷ്ടാവ്. അപ്പോൾ അവരോട് ചോദിച്ചു, എങ്കിൽ ഉംവലിംഗങ്കിയുടെ പ്രതിമ എന്താണ്? അപ്പോൾ അവർ മറുപടി പറഞ്ഞത്, ഉംവലിംഗങ്കിക്ക് പ്രതിമയില്ല, അവൻ ഉങ്കുലുങ്കുലു ആണ് എന്നാണ്. എന്താണ് ഈ ഉങ്കുലുങ്കുലു എന്ന് പറഞ്ഞാൽ? ഉങ്കുലുങ്കുലു എന്ന് പറഞ്ഞാൽ ഒന്നുമായും സാദൃശ്യപ്പെടുത്താൻ നിർവാഹമില്ലാത്തവൻ എന്നാണ് അർത്ഥം. യാതൊരു വസ്തുവുമായും സാദൃശ്യപ്പെടുത്താൻ നിർവാഹമില്ലാത്ത അസ്തിത്വമുള്ളവൻ. വലം യക്കുൻ ലഹു കുഫുവൻ അഹദ്.
യാതൊന്നുമായും സാദൃശ്യപ്പെടുത്താൻ, ഒന്നുമായും താരതമ്യം ചെയ്യാൻ കഴിയാത്ത അസ്തിത്വമുള്ളവനാണ് പടച്ചവൻ. ഈ ഒരു വിശ്വാസം ഈ ശിലായുഗ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അവരിലേക്ക് ദൈവദൂതന്മാർ കടന്നു വന്നിട്ടുണ്ടാകണം. പിന്നീട് കടന്നു വന്ന മൂർത്തി വിശ്വാസമെല്ലാം അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴും ഈ വിശ്വാസപരമായ അടിത്തറ അവർക്കുണ്ട്. ആസ്ട്രേലിയൻ കിരാതവർഗങ്ങൾ അവരെ ദൈവസങ്കല്പം പരിശോധിച്ച് അവർ ദൈവത്തെ വിളിക്കുന്നത് അട്നാട്ടു എന്നാണ്. അട്നാട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും അവരുടെ പ്രാകൃത ഭാഷയിൽ ഈ ദഹനവ്യൂഹമില്ലാത്തവൻ എന്നാണ് അർത്ഥം. ഭക്ഷണം ആവശ്യമില്ലാത്തവൻ. ആധുനിക സമൂഹത്തിൽ പോലും ദൈവം പാല് കുടിക്കോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വലിയ ചർച്ചാ വിഷയം. നമ്മുടെ മീഡിയകളെല്ലാം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സംഗതികളിൽപ്പെട്ട ഒന്നാണത്. നമ്മൾ വലിയ പുരോഗമിച്ച ആളുകൾ IAS-ഉം IFS-ഉം എല്ലാമുള്ള ആളുകളായിരുന്നു അതിൻ്റെ എല്ലാം പിന്നിലോടിയിരുന്നത്. അപ്പം അങ്ങനത്തെ ദൈവസങ്കല്പം നിലനിൽക്കുന്ന ആധുനിക സമൂഹത്തിന് മുന്നിൽ അട്നാട്ടുവെ പരിചയപ്പെടുത്തുന്ന ആസ്ട്രേലിയൻ കിരാതവർഗങ്ങളുടെ വിശ്വാസമാണ് കുറേ കൂടി ഉത്തമം തോന്നുന്നു ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്കും ദിവ്യബോധനം ഉണ്ടായിട്ടുണ്ട് ഏതോ തലമുറകളിൽ. അതനുസരിച്ച് അവർ പോകുന്നുണ്ടോ? അതിൻ്റെ സന്ദേശം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് പടച്ചോൻക്കാണ് അറിയാം. അറിയുന്ന പടച്ചോൻ്റേതാണ് വിചാരണ. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്കെതിരെ ഏതെങ്കിലും അനീതി ഉണ്ടാവുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ അമുസ്ലിം സുഹൃത്ത് നിങ്ങളോട് ചോദിക്കുമ്പോഴും നമ്മൾ ആദിവാസികളെക്കുറിച്ച് സങ്കടപ്പെടുമ്പോഴും നമ്മൾക്ക് ചുറ്റുമുള്ള അമുസ്ലിം സുഹൃത്തുക്കൾക്ക് ഇത് എത്തിയിട്ടില്ലല്ലോ എന്ന് ബേജാറാകുമ്പോഴുമെല്ലാം നമ്മളിങ്ങനെ ഒരു വിരലിങ്ങനെ ചൂണ്ടാണ്. ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മളെ നേരെ ചൂണ്ടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് എത്തിക്കേണ്ട പണി നമ്മളെയാണ് ഏൽപ്പിച്ച് പഠിച്ചവൻ. അവർക്ക് അനീതി ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പാണ്. അള്ളാഹ് അവരോടൊന്നും അനീതി ചെയ്യൂല. പക്ഷേ നമുക്ക് യാതൊരു അധ്വാനവും ഇല്ലാതെ ഈ ആദർശം തന്നു. ഈ ആദർശം സ്വീകരിക്കുക വഴി ഒരു പ്രയാസവും നേരിടേണ്ടി വന്ന ആളുകളല്ല എൻ്റെ ചുറ്റും ഇരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും. എന്നാൽ അതോടൊപ്പം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചു എന്താ ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ. പക്ഷേ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണുള്ളത്? ദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. നിങ്ങൾ യുക്തിദീക്ഷയോടുകൂടി ഹിക്മത്തോടുകൂടി സതുപദേശത്തോടെ നല്ല രീതിയിലുള്ള സംവാദങ്ങൾ വഴി ആളുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു കൊള്ളുക. ഇതെല്ലാം പടച്ചവൻ്റെ കൽപ്പനയാണ്. ഇത് നമ്മളെ ഏൽപ്പിക്കുകയും നമ്മളോട് ഇത് എത്തിക്കാൻ പറയുകയും ചെയ്തു. പക്ഷേ നമ്മളത് ചെയ്യണില്ലെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് നേരെയും അള്ളാഹുവിൻ്റെ നീതി നടപ്പാക്കപ്പെടും എന്ന് നമുക്ക് ബോധ്യമുണ്ടാകുക. നമ്മൾ ബേജാറാകേണ്ടത് അവിടെയാണ് ഇത്തരം പ്രോഗ്രാമുകൾ പ്രസക്തമാകുന്നത്. നമ്മുടെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും എല്ലാം ഇത്തരം ആളുകളെയെല്ലാം അങ്ങനത്തെ പരിപാടികളിൽ പങ്കെടുപ്പിച്ചു. ഇതേപോലെയുള്ള പരിപാടികളുടെ CD-കളും പുസ്തകങ്ങളും മറ്റ് ചർച്ചകളിലുമെല്ലാം പങ്കെടുപ്പിച്ചുമെല്ലാം ഈ സന്ദേശം എത്തിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ജാഫർ. ഞാൻ നേരത്തെ ഒരാൾ ചോദിച്ച ചോദ്യത്തിൻ്റെ പറയപ്പെടാതെ പോയ ഭാഗം ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് സൗദി അറേബ്യയിലൊരു വിഷയം ചോദിച്ചിരുന്നു. ഇത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ പ്രവാചകൻ്റെയോ അല്ലെങ്കിൽ സഹാബിമാരുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ മറ്റ് മതസ്ഥർക്ക് അവരുടെ ആശയം പ്രചരിപ്പിക്കാനോ പറയാനോ ഉള്ള അവസരം ഉണ്ടായിരുന്നോ? അങ്ങനെ വല്ല ചരിത്ര രേഖകൾ ഉണ്ടായിരുന്നോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് മറ്റ് മതവിശ്വാസികൾ അവരുടെ മതപ്രബോധനം നിർവഹിച്ചതായി ഉള്ള രേഖകളുണ്ടോ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് മറ്റ് മതവിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മതപ്രബോധനം നിർവഹിച്ചതായി രേഖകളൊന്നുമുള്ളതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മതവിശ്വാസികൾ, റസൂലുള്ളാഹിൻ്റെ മദീന നാട്ടിലുണ്ടായിരുന്ന മതവിശ്വാസികൾ, ഒന്ന് മക്കാ മുശ്രിക്കുകളായിരുന്നു, മറ്റൊന്ന് മുസ്ലിങ്ങളായിരുന്നു, മറ്റൊന്ന് ജൂതന്മാരായിരുന്നു. ഇവരിൽ മക്കാ മുശ്രിക്കുകൾ, ജൂതന്മാർ, ഇവർ രണ്ടു കൂട്ടരും മതപ്രബോധനം എന്നതൊരു ഏർപ്പാടായി കൊണ്ട് നടക്കാത്ത ആളുകളായിരുന്നു. ഇപ്പോഴും ജൂതന്മാർ മതപ്രബോധനം ഇല്ലാത്തൊരു വിഭാഗമാണ്. മതപ്രബോധനവും മതപരിവർത്തനവും അവർക്ക് കാര്യമായിട്ടില്ല.
അവർക്ക് അവരുടെ മതക്കാരെ മര്യാദയ്ക്ക് കൊണ്ടു നടക്കാന്നല്ലാതെ ഇസ്രായേൽ തറവാട്ടിന് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടതാണ് സ്വർഗ്ഗലോകം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ജൂതന്മാർ. ഇസ്രായേലല്ലാത്ത ആളുകൾക്ക് സ്വർഗ്ഗലോകം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതത്തിലേക്ക് ഒരാളെ ക്ഷണിച്ചുണ്ടാക്കുക എന്നുള്ളത് അനാവശ്യമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ഏർപ്പാടില്ല. അതേപോലെ മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം മക്കാ മുശ്രിക്കുകൾ ഒരു സംഘടിത മതമായിരുന്നില്ലല്ലോ. ഏതായിരുന്നാലും ചോദ്യത്തിന് ഉത്തരം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ ഒരു മതപ്രബോധനം നടന്നതായി രേഖകൾ എന്തെങ്കിലും ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇവിടെ നമ്മുടെ സമയം അവസാനിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഉപസംഹരിക്കുമ്പോൾ നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ഒന്ന് അടിവരയിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ സന്ദേശമെത്താത്ത ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടും. അവർ പരലോകത്തിൽ എന്താകുമെന്ന് ആലോചിച്ച് ബേജാറാകുന്നതിന് പകരം അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും എന്നാലോചിച്ച് സ്വയം ബേജാറാകാൻ നമ്മൾ സന്നദ്ധമാക്കണം. അങ്ങനെ ബേജാറായതിൻ്റെ ഫലമാണ് UAE ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലെല്ലാം ഇതേപോലെയുള്ള പരിപാടികളും മറ്റ് പ്രബോധക പരിപാടികളുമെല്ലാം സംഘടിപ്പിക്കുന്നത്. ഇതേപോലെ പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. മരണാനന്തര ജീവിതത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഈ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളെന്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ചോദ്യത്തിന് ആത്മാർത്ഥമായി ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നാഥ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. കേരളത്തിൽ അതിനുവേണ്ടിയുള്ള കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. മുസ്ലിങ്ങൾക്കിടയിൽ ഈ കാര്യം എത്തിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സ്നേഹസംവാദം മാസികയുണ്ട്, അതിൻ്റെ വെബ്സൈറ്റുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമായി www.muhammadnabi.info എന്ന വെബ്സൈറ്റുണ്ട്. ആ വെബ്സൈറ്റിലൂടെ ഇപ്പോൾ ഈ പ്രോഗ്രാം ലൈവായി സംപ്രേഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഉള്ള പരിപാടികൾ നമ്മൾ ഇനിയും ആ വെബ്സൈറ്റിലുണ്ടാകും. ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. മറ്റ് മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കാം, കാണിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടാം. ഇവിടെ UAE ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററാണ് ഈ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായി ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക. ഈ റമദാനിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുകയും ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമാധാന സന്ദേശം ലോകത്തിന് കൈമാറാൻ നമ്മളെക്കൊണ്ട് പരമാവധി ചെയ്യാവുന്നത് ചെയ്യുകയും ചെയ്യണം. അതിനു വേണ്ടിയുള്ള പ്രതിജ്ഞയെടുക്കണം. അതിന് സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ തമ്പുരാനെ, ഞങ്ങൾക്ക് ഇവിടെ കൂടിയിരുന്നത് പോലെ നാളെ നിൻ്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗ്ഗലോകത്തിൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ കൂടിയിരിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സർവ്വലോകരക്ഷിതാവായ അർ-റഹ്മാനും റഹീമുമായ അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരികയും ഞങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളയുകയും ചെയ്ത് നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി സ്വർഗ്ഗലോകത്തിൽ ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിച്ച ഞങ്ങളുടെ പ്രവാചകനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹചാരികളിൽ ഒരാളായി പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ നാഥ നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.